യോഹന്നാൻ എഴുതിയ സുവിശേഷം. പേപ്പറും പേനായും ഒക്കെ ഉള്ളവരെടുക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 20-ാമത് അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനം. യോഹന്നാൻ 20:31. വിശ്വസിക്കേണ്ടതിനും യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ കാണുകയാണ്. യേശു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടത്, അതിനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞ് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവനുണ്ടാകും. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ വിശ്വസിച്ച് നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വിശ്വസിച്ച് വായിച്ചാലാണ് ജീവനാകുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയാണ്. കർത്താവായ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശ്യം പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യേശു ദൈവപുത്രൻ എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അത് വായിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ അത് ജീവനുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും, ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ് ഞാനിത് എഴുതിയിരിക്കുന്നതെന്ന് കാണുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു 1 മുതലുള്ള അധ്യായങ്ങളെ നമുക്കൊന്ന് ചെറുതായിട്ട് ധ്യാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറഞ്ഞു, അല്ല മറന്നുപോകും. 1-ാം അധ്യായത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് എഴുതുന്ന സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയതിന് ശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതുക. അതുകൊണ്ട് തന്നെ മറ്റ് സുവിശേഷകർ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും സുവിശേഷകൻ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് സുവിശേഷകർ എഴുതാത്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒമിഷൻസ് ആൻഡ് അഡീഷൻസ് ക്യാൻ ബി സീൻ ഇൻ ജോൺസ് ഗോസ്പൽ. ഒമിഷൻസും ഉണ്ട്, പിന്നെ അഡീഷൻസും ഉണ്ട്. എന്തുകൊണ്ടാണ് ഒമിഷൻസ് ചെയ്ത് മറ്റ് 3 പേരും പറഞ്ഞത് ഒരു പക്ഷേ യോഹന്നാൻ ഒഴിവാക്കി, 3 പേരും പറയാത്തത് യോഹന്നാൻ ആഡ് ചെയ്ത് അന്നത്തെ ആ ജോലൈൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റീഡേഴ്സുണ്ട്. ആദ്യ വായനക്കാർ കൂടെ അതിൻ്റെ കോൺടെക്സ്റ്റൂടെ മനസ്സിലാക്കിയാണ് ഇത് എഴുതുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്ന കർത്താവിൻ്റെ പ്രീ എക്സിസ്റ്റൻസാണ്. സുവിശേഷകരൊക്കെ കർത്താവിൻ്റെ ജന്മം മുതലും അല്ലെങ്കിൽ വംശാവലിയിലൊക്കെ എഴുതുമ്പോൾ ഇച്ചിരൂടെ പുറമോട്ട് പോവുകയാണ് യോഹന്നാൻ. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലേ? ഉളവായതെല്ലാം കർത്താവ് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ യോഹന്നാൻ്റെ ചില തീമുകളാണ്. യോഹന്നാൻ്റെ ചില തീമുകളിലൊന്നാണ് വെളിച്ചമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നെ ജീവൻ, അതും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത്, അത് സമൃദ്ധി. പ്രധാനമായിട്ടൊരു തീമാണ് വെളിച്ചം എന്നൊക്കെ പറയുക. ഈ ഭാരതീയ ചിന്തകളിലൊക്കെ വെളിച്ചത്തിന് വേണ്ടി അന്വേഷണമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഭാരതീയ സൂക്തമുണ്ട്, തമസോമ ജ്യോതിർഗമയ. എന്താണ്? ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക്, മൃത്യോമ അമൃതഗമയ, തമസോമ ജ്യോതിഗമയ, അല്ലേ? ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരണം. അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ. ഇതെല്ലാം യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാർത്ഥം, അല്ലേ? അസത്തോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു, അല്ലേ? മൃത്യോമ അമൃതംഗമയ, പിന്നെ തമസോമ ജ്യോതിർഗമയ, വെളിച്ചം. അപ്പോൾ എല്ലാവരും ഈ വെളിച്ചത്തിന് വേണ്ടിയൊക്കെ ഉള്ളൊരു അന്വേഷണമാണ് എല്ലായിടത്തും കാണുക. ഏതോ ഒരു ലൈനുണ്ട്, പഴയൊരു പാട്ടാണ്, സിനിമയാന്ന് തോന്നും. വിളക്ക് മരമേ എങ്ങനെയായിരുന്നത്? വിളക്ക് മരമേ വെളിച്ചം ഉണ്ടോ? വെളിച്ചമുണ്ടോ? ഉത്തരം ക്രിസ്തുവാണ്. വിളക്ക് മരമേ വെളിച്ചമുണ്ടോ? ആൻറ്റി സിനിമ കണ്ട ആൻറ്റിയാണ്, കവിത ഇഷ്ടപ്പെടുന്ന ആൻറ്റിയാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പം
വിളക്കും വരമേ വെളിച്ചമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ക്രിസ്തുവാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എവിടെ പ്രകാശിക്കുന്നു? ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുട്ടോ അതിനെ പിടിച്ചടക്കില്ല. അപ്പോൾ ഇരുട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇരുട്ടിന് സ്വയാസ്തികയില്ല, ഇരുട്ടിന് സ്വയം നിലനിൽപ്പില്ല. എത്ര നാൾ വെളിച്ചമില്ലയോ അത്രയും നാളെ എന്തുള്ളൂ? ഇരുട്ടുള്ളൂ. വെളിച്ചം വരുമ്പോൾ എന്ത് മാറിപ്പോകും? ഇരുട്ട് മാറിപ്പോകും. അതൊക്കെ തന്നെയാണ് ഇരുട്ടിൻ്റെ പ്രത്യേകത. ഈ ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു പോരാട്ടം എന്നും ഉണ്ട്, അല്ലേ? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. അപ്പം പക്ഷേ ഇരുട്ട് മാറിപ്പോകണമെങ്കിൽ എന്ത് വരണം? വെളിച്ചം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. അപ്പോൾ വെളിച്ചം വരിക, അത് ഇരുട്ടെന്ന് പറയുന്നത് സ്വയാസ്തിക ഇല്ലാത്ത ഒന്നാണ്. സ്വയാസ്തിക ഇല്ലാത്ത ഒന്നാണ് ഇരുട്ട് എന്ന് പറയുക. അപ്പോൾ എന്ന് വെളിച്ചം വരുന്നോ അത് മാറിപ്പോവും. അപ്പോൾ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്. ആ വചനമാണ്, വാക്കാണ്, ദൈവത്തിൻ്റെ വാക്ക്. സകലത ഉളവാക്കിയ ദൈവത്തിൻ്റെ വാക്ക് മുഖാന്തരമാണ് എല്ലാം ഉളവായത്. പക്ഷേ അവിടെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അപ്പം ഇതൊരു പുതിയ ദൈവിക വെളിപ്പാടാണ്. ദൈവം വചനം ജഡമായിത്തീരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. യഹൂദന്മാർക്ക് അസ്പൃശ്യമാണ്, യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദൈവിക രഹസ്യമാണത്. കാരണം ദൈവം എന്ന് പറയുമ്പോൾ പഴയ നിയമ ചിത്തങ്ങളിലൊക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആർക്കും ഒരു നാളും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ദൈവം ഇവിടെ മനുഷ്യനായിട്ട് മനുഷ്യരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് തൊടാം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു, അവരുടെ കൂടെ അവരുടെ പടകിൽ കിടന്ന് ഉറങ്ങി, അവരുടെ വീട്ടിൽ വന്നു, അത്താഴം കഴിക്കുന്നു. ഇതൊന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ദൈവം മനുഷ്യനായി. അപ്പം ഇവിടെ ഒരു പുതിയ ദൈവിക രഹസ്യത്തെ, ദൈവിക വെളിപ്പാടിനെ കാണിക്കുകയാണ്. ദൈവം ആരായിട്ട് മാറുന്നു? മനുഷ്യനായിട്ട് മാറും. നമുക്ക് തൊടാവുന്ന പാകത്തിൽ, നമുക്ക് സംസാരിക്കാവുന്ന പാകത്തിൽ ദൈവം ആരായി? മനുഷ്യനായി. ആ മനുഷ്യനായ ദൈവത്തെ ജഡാവതാരം എടുത്ത ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം. അവിടെ വലിയൊരു കാര്യമുണ്ട്. ഈ മനുഷ്യനായ മനുഷ്യരുടെയൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ആരുമില്ലെന്നൊരു ചിന്തയാണ്. അത് ഒരു വലിയ അന്യതാബോധമാണ് പല മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ, അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ പറയത്തില്ലേ, എല്ലാവരും ഉള്ളപ്പോൾ പോലും മനുഷ്യർക്ക് തോന്നും നമുക്കെന്തില്ല, ആരുമില്ല. സിറ്റി എന്ന് പറയും, കോട്ടയം ഒരു കൊച്ചു പട്ടണമല്ലേ. ഇപ്പോൾ സിറ്റി എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ ഈ ഇവൻ കേട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരോരുമില്ലാത്ത ഒത്തിരി മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? സിറ്റി. ഒത്തിരി ഫ്ലാറ്റുകൾ. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരും ഇല്ലാത്ത കുറേ പേരാ. ആരോരും ഇല്ലാത്ത തെണ്ടി. ഞാനൊരു 6 അടി മണ്ണിൻ്റെ ജന്മി. കേട്ടിട്ടുണ്ടോ ചേച്ചി? കേട്ടിട്ടുണ്ടോ? പഴയൊരു നാടകാന, ആരോരും ഇല്ലാത്ത തെണ്ടി, ഞാനൊരു 6 അടി മണ്ണിൻ്റെ ജന്മി. അപ്പോൾ അങ്ങനെ ആരോരും ഇല്ലാത്ത കുറേ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ പേരാണ് എന്ത്? സിറ്റി. മനുഷ്യരായും മനുഷ്യരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരും ഇല്ലെന്നൊരു ചിന്തയാണ്. ആ അന്യതാബോധവും അനാഥത്വമാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് കൊണ്ടുപോവുക, വിഷാദത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലേ? വിഷാദം ഇന്ന് രോഗം കൂടുകയാണ്, ഡിപ്രഷൻ ഇന്ന് കൂടുകയാണ്. വിഷാദ രോഗം, ആങ്സൈറ്റി ഡിസോർഡർ, മെൻ്റൽ പ്രോബ്ലംസൊക്കെ കൂടാനുള്ള ഒരു കാര്യം ആരുടെയും സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ആരും ഇല്ലാത്തതാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നമെന്ന് പറയും. ഒരാൾ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും ആരും മരിക്കില്ലായിരുന്നു. ആത്മഹത്യകൾ നമ്മൾ വല്ലാതെ കൂടുന്നുണ്ട്, വിഷാദ രോഗങ്ങൾ കൂടുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പല പിള്ളേരും എന്തിനാ പോകുമെന്ന് ചോദിച്ചാൽ പണ്ട് പറയായിരുന്നു മെഡിസിന് പോവും, ഡോക്ടർ ആകണം, എൻജിനീയറാണ്. ഇന്ന് പല പിള്ളേരും ചോദിച്ചാൽ പറയും സൈക്കോളജിസ്റ്റ് ആകണം, BSc സൈക്കോളജി. കാരണം ഏറ്റവും നല്ലൊരു ഫീൽഡാണത്. ഒന്നാമത്തെ കാര്യം, ഇതിനെല്ലാം ഇച്ചിരി ലൂസാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ എല്ലാവർക്കും ശകലിശയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് എങ്ങോട്ടോ നോക്കി ചിരിക്കുന്നവർ കണ്ടിട്ടില്ലേ? വട്ടിൻ്റെ ആരംഭം വട്ടായിട്ടില്ല, ഓൺ ദ വെയിറ്റ് വട്ട. എനിക്കും അങ്ങനെ ഇടയ്ക്കുണ്ടായി ചെറിയൊരു വട്ട. കാരണം ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഫോൺ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി. ഇടയ്ക്ക് തന്നെ ഇരിക്കുമ്പം ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കും. ഈ സ്ഥിരമായിട്ട് ഈ ഫോൺ എടുത്ത് തന്നെ ഇരിക്കുമ്പോഴും ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കും. അപ്പോൾ ആരുമില്ല, ഞാൻ ഈ ഫോൺ എടുത്ത് ഹലോ വെക്കും. അപ്പം ഞാനൊരാളെ കാണിച്ചപ്പോൾ പറഞ്ഞു വട്ടായിട്ടില്ല, ബട്ട് ഓൺ ദ വേ ടു വട്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം ഓഫ് ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ അതല്ലേ കേൾക്കത്തുള്ളൂ, വട്ടാകത്തില്ലല്ലോ. അപ്പം
പല മനുഷ്യരും ഈ വട്ടിൻ്റെ ഒരു പാതയിലൊക്കെയാണ്. അപ്പോൾ വട്ടെന്നൊക്കെ പറയുന്നത് ഈ എല്ലാവർക്കും ഒരു ചെറിയ ക്രൈസുണ്ട് ഇല്ലേ? അരപ്പിരി ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്കേക്ക്. ചെറിയ ഒരു ഞങ്ങൾ തമാശയ്ക്ക് പറയും ഷാജൻ പാസ്റ്റർക്ക് ഒരു ഇച്ചിരിയുണ്ട്. കാരണം അല്ലേ അത്ര ആവേശമൊന്നും കാണിക്കരുത്. പുള്ളിയുടെ ആവേശമൊക്കെ കാണുമ്പോൾ പറയും ഈ സത്യം പറഞ്ഞാൽ ആത്മപൂർണ്ണനാരാ, ഇങ്ങനെ വാക്യമുണ്ട്, ആത്മപൂർണ്ണനാരാ ഭ്രാന്തന. ഈ ബുദ്ധി കൂടിപ്പോയാൽ ഒരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. ഒക്കുമോ? ഇല്ല. നമ്മൾ ഈ ഭയങ്കരമായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം, കൺവെൻഷൻ നടത്തിയാൽ അടി കിട്ടും, പരസ്യവും നടത്തിയാൽ ഇടി കിട്ടും, ഹോള് പണിത കേസെടുക്കും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊക്കെ അങ്ങ് ചെയ്യണമെങ്കിൽ എന്തോ വേണം? ഇച്ചിരി ചാടി ഒരു ആവേശം എന്നൊക്കെ പറയുന്നതിൻ്റെ പേരല്ലേ, ഒരു ക്രൈസൊക്കെ വേണം. ഒരു ചാടി നിന്നാലേ ഒരു കാര്യം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. എന്നാലും അതൊരു പോസിറ്റീവ് ഫാക്ടറുമാണ് ഒരർത്ഥത്തിൽ. ഒരാവേശമൊക്കെ വേണ്ടേ? വേണം. ഒരാവേശം ഇല്ലാത്തവരെ കൊണ്ട് വല്ല കാര്യം നടക്കുമോ? ഒരു കാര്യം നടക്കരുത്. ഞങ്ങളുടെ പല വലിയ ഹോളുകളിൽ ആൺപ്രതിയോഗം നടത്തിയില്ല. എന്നാ കാര്യം എന്നറിയാമോ? ആൺപ്രതിയോഗം നടത്തി അപ്പവും കറിയും കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കോടീശ്വരന്മാരാ. അവസാനം അവർ തീരുമാനിച്ചു 8:30 ആകുമ്പം ഒരു പീസ് കേക്കും ഒരു കാപ്പിയും കൊടുത്ത് പിരിയാൻ. അതും പൈസയുടെ വട്ട. ഭയങ്കര ഇമ്മൻസിൽ റിച്ചാ, പൂത്ത കാശിരിക്കുന്നവരുടെ പരിപാടിയാണ്. സത്യം പറഞ്ഞ് ഞാൻ വായി പിടിച്ച പള്ളു മുഴുവൻ പറഞ്ഞവരെ. കാരണം അത് കഴിഞ്ഞപ്പോൾ അവരുടെ പിള്ളേരെല്ലാം കൂടെ റോഡിൽ പടക്കം പൊട്ടിക്കാൻ പോയി. ഇത് കഴിഞ്ഞപ്പോഴേ ഈ പിള്ളേരെല്ലാം കൂടെ റോഡിൽ എന്ത് പോയി? പടക്കം പൊട്ടിക്കാൻ പോയി. അപ്പോൾ ഇവർക്ക് ആർക്കും റിസ്ക് എടുക്കാൻ പോയി. റിസ്ക് എടുക്കണേ ഒരു ഇച്ചിരി തൻ്റെ ഇടവും ഒരു ധൈര്യവും ഒരു ആവേശമൊക്കെ വേണ്ടേ? അത് വേണം. അതില്ല. അതുകൊണ്ടാണ് ആത്മപൂർണ്ണനാരാണ് ഞാൻ തന്നെ. എന്നാലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ടാകുന്ന വിഷാദം കൊണ്ടാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാത്തവരൊന്ന് കൈവക്കാവും. ഒരിക്കലെങ്കിലും മരിക്കണമെന്ന് തോന്നാത്ത ഒരാളുണ്ട്, 2 പേരുണ്ട്. ഒരിക്കൽ പോലും മരിക്കണമെന്ന് തോന്നാത്ത ഒരാൾ. സത്യമേ പറയും, ചാകണം തോന്നിയിട്ടേ ഇല്ല. ഞാൻ കയറിട്ടിട്ടുള്ള ഒരാളാണ്. ദൈവപുരാൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോയത്. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഉണ്ടായ ഒരു സങ്കടത്തിൽ കയറിട്ടു. അന്നേരം എൻ്റെ അമ്മയ്ക്ക് തോന്നി എൻ്റെ വന്ന് മുട്ടണമെന്ന്. ഞാൻ മുട്ടിയില്ല. അമ്മയ്ക്ക് സംശയം തോന്നി. അമ്മ തൊഴിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, അന്ന് ഞാൻ പാസ്റ്ററായിരുന്നേ. ആരോടും പറയല്ലേ, ലൈവാണെന്നറിയാം. എന്നാൽ അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ അന്നേരം ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവമുണ്ട്. ആത്മഹത്യ ചെയ്യാനും വേണ്ടി കയറി നിൽക്കുമ്പം ഞങ്ങളുടെ ഒരു സഹോദരൻ, ഞങ്ങളുടെ ഒരു പാസ്റ്റർ വിളിച്ചു. 3-4 വട്ടം വിളിച്ചപ്പോൾ ഇറങ്ങി വന്നു. വർത്തമാനം പറഞ്ഞപ്പോൾ അതങ്ങ് മറന്നുപോയി. ഞാനൊരു വട്ടം ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാതിരിക്കുക. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പുസ്തകമൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുക. പുസ്തകവും കുറച്ച് നോട്ടൊക്കെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുക. ഒരു പവർ വിഷനിൽ ഒരു സീരീസ് ഓഫ് ടോക്കിന് വേണ്ടി, ആത്മഹത്യയെക്കുറിച്ചുള്ള സീരീസ് ഓഫ് ടോക്കിന് വേണ്ടി പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ പഠിക്കുക? ഞാൻ പറഞ്ഞു, ആത്മഹത്യ. അപ്പോൾ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു പയ്യൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അവനൊരു കയറും എടുത്തുകൊണ്ട് ഒരു വനത്തിൽ തൂങ്ങിച്ചാകാൻ പോയി. ഈ വനത്തിലോട്ട് തൂങ്ങിച്ചാകാൻ പോയപ്പോൾ ഈ വെപ്രാളമല്ലേ, ഇവന് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നി. അപ്പം അവനൊരു പാറയുടെ പുറത്ത് പോയിരുന്ന് ആഘോഷമായിട്ട് വയറ്റിൽ നിന്ന് പോയി. നല്ലപോലെ വയറ്റിൽ നിന്ന്. ഈ വെപ്രാളപ്പെട്ട് പോകുമ്പോൾ നല്ലപോലെ പോകത്തില്ലേ? നല്ലപോലെ പോയി. ആ വെപ്രാളത്തിൽ നല്ലപോലെ പോയി കഴിഞ്ഞപ്പോഴാണ് അവനോർത്ത് ഈ കോലത്തിൽ പോയി കെട്ടി അന്ന് അഴിക്കുന്നവർക്ക് നാറത്തില്ലേ. അപ്പോൾ താഴെ ഒരു അരുവിയുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് ചാകാമെന്ന് ഓർത്തു. അവിടെ പോയി ശരിക്കും കുളിച്ച് കയറിയപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന കാര്യം മറന്നുപോയി. അവൻ ഈ കയറും കൊണ്ട് പോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, നീ എവിടെ പോയതാണ്? ചാകാൻ പോയാന്ന് പറഞ്ഞു. അയാൾ ആ കയറ് മേടിച്ച് അവിടെ പഴക്കൊല കെട്ടി തൂക്കി. അപ്പോൾ ശരിക്കും വയറ്റിൽ നിന്ന് പോകാനുള്ളതേ ഉള്ളൂ ഈ ആത്മഹത്യ എന്നൊക്കെ പറയും. എന്നാലും ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെടണോ? അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു വിളി, ഒരു പറച്ചിൽ ഒക്കെ ആരോടെങ്കിലും ഒന്ന് സങ്കടമൊക്കെ പറഞ്ഞാൽ പലരും എന്ത് ചെയ്യത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥമായ കാര്യം. പലപ്പോഴും ഈ സിനിമാ നടന്മാർ, വലിയ പണക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്ത്? അവരേറ്റവും ഒടുവിൽ എഴുതി വെക്കും, എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ആരും ഇല്ല എന്നുള്ളത്. സിൽക്ക് സ്മിതയുടെ വാക്കുകളായിരുന്നു. എല്ലാവരും ഉണ്ട് പക്ഷേ അവസാനം എനിക്ക് ആരുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്നൊക്കെ പറയും. അപ്പോൾ ഈ അനാഥത്വം മാറുന്ന ഒരിടം
ക്രിസ്തുവിൻ്റെ ഇടവ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ആരായി മാറും? ദൈവ മക്കളായിത്തീരും. അപ്പോൾ അവർ പിന്നെ അനാഥരല്ല. അവർക്കൊരു ആരുണ്ട്? പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. പിതാവുണ്ട്. ഈ പിതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നും വഴക്കുണ്ടാക്കുന്ന പിതാവല്ല, എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയുന്നൊരു പിതാവല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കും മുമ്പ് അറിയുന്നൊരു പിതാവ്. എബരിയാസിൻ്റെ കടൽക്കരയിൽ ഈ മക്കളൊക്കെ പിണങ്ങിപ്പോകുന്നുണ്ട്. മക്കൾ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ തെറ്റിപ്പോയ മക്കളെ, നേരം വെളുക്കോളം ഒന്നും കിട്ടാതെ വന്ന മക്കളെ രണ്ട് കരവും നീട്ടി ചൂടൊക്കെ ഉള്ള അപ്പമൊക്കെ ആയിട്ട് ഈ കടലിൻ്റെ കരയ്ക്കിരിക്കുന്ന ഒരു പിതാവുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്. അപ്പം നമ്മുടെ അനാഥത്വം മാറ്റുന്ന ഒരിടമാണ് എവിടെ? എല്ലാവരും പറഞ്ഞ് അനാഥത്വം മാറ്റുന്ന എവിടെ? ക്രിസ്തുവിനെ സ്വീകരിച്ചവൻ ഒരിക്കലും ആരല്ല? അനാഥനല്ല. അവനറിയാം, അവനെ കേൾക്കാൻ, അവനെ കാണാൻ, അവന് പറയാൻ ഒരാളുണ്ട്. ആ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവായ ദൈവത്തെ അറിയാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് ഇച്ചൂടെ അപ്പുറമാണ്. കാരണം വിശ്വസിച്ചാൽ മാത്രം പോരാ. വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ ഭൂരിപക്ഷം പേരും ആരാ? വിശ്വാസികളാണ്. പക്ഷേ വിശ്വാസത്തിനപ്പുറത്തൊരു കാര്യമാണ് കൈക്കൊള്ളുക എന്ന് പറയും. കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒന്നിൻ്റെ പേരാ എന്ത്? കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായി തീരാം? അപ്പോൾ ഒരു പുതിയ ദൈവിക രഹസ്യത്തെ, ദൈവിക വെളിപ്പാടിനെ അവിടെ കൊടുക്കുകയാണ്. ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായി. ആ മനുഷ്യനായി മാറിയ ക്രിസ്തുവിനെ സ്വീകരിക്കുക. മറ്റൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. അവൻ ലോകത്തിലേക്ക് വന്നു, ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവിടെ ഒരു അല്പം ദുസൂചനയുണ്ട്. ആദ്യത്തെ വരവിൽ ക്രിസ്തു ജഡാവതാരം എടുത്ത് വന്നപ്പോൾ പലർക്കും കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ലോകത്തിലേക്ക് വന്ന് ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. ഇനി രണ്ടാമത്തെ വരവിൽ ഇതൊരു ദുരന്തമാണ്. അത് ഓർക്കപ്പെടേണ്ട കാര്യമാണ്. കർത്താവ് ചെല്ലേന്നൊക്കെ പറയുന്ന എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. ഞാൻ നിങ്ങളെ സങ്കടമാണ്. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? ആരോടായി പറയുക? ആരോടായി പറയുക? അവൻ്റെ നാമത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തവരോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. എനിക്കത് ഭയങ്കര ഭയമാണ്, അറിയുന്നില്ല എന്നുള്ളൊരു വാക്ക്. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ, ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർപ്പിക്കാമായിരുന്നു. ഡെലിവറൻസ് ചർച്ചിൽ ജനുവരി മാസം 31 രാവിലെ ഞാനില്ലായിരുന്നു എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത് അറിയുന്നില്ലെന്നല്ല, ഓർക്കുന്നില്ലെന്നല്ല, പിന്നെന്താ? അപ്പോൾ അവിടെ ഒരു ഗൗരവമായൊരു പ്രശ്നമുണ്ട്. കർത്താവിൻ്റെ പേരിൽ അറിയപ്പെട്ട പലരെയും ആരറിയത്തില്ല? കർത്താവ് അറിയത്തില്ല. കർത്താവിൻ്റെ പേരിൽ അറിയപ്പെട്ട പലരെയും ആരറിയത്തില്ല? കർത്താവ് അറിയത്തില്ല. ഞാനൊരിക്കൽ തിരുവനന്തപുരത്തുനിന്ന് വരികയാണ്. ഈ എളിയദാസിൻ്റെ ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോനൊന്ന് വണ്ടി ചവിട്ടിയിട്ട് പറഞ്ഞ്, അച്ഛൻ നോക്കിക്കേ, എന്താണ്? ഒരു മരത്തിൽ എൻ്റെ ഭയങ്കര ഒരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. പാസ്റ്റർ പ്രിൻസ് റാന്നി പ്രസംഗിക്കാൻ. അവനതിൻ്റെ ചവിട്ടി നിർത്തി അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവുക. പക്ഷേ എനിക്ക് പേടിയാണ് തോന്നിയത്. മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ആരാ? ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം അവിടുന്ന് അറിഞ്ഞില്ലെങ്കിലോ? അപ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ രാത്രിയിൽ, ആ ദിവസത്തിൽ ആരറിയണം? കർത്താവ് അറിയണം. അതിനുവേണ്ടി നമ്മൾ ചിട്ടയോടുകൂടിയ ഒരു ജീവിതം നയിച്ചേ ഒക്കത്തുള്ളൂ. പലരെയും കർത്താവ് അറിയുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം എൻ്റെ നാമത്തെ അറിയപ്പെട്ട പലരെയും ആരറിയണം എന്നില്ല കർത്താവ്. അപ്പോൾ അത് എന്നെ ഇച്ചിരി ഭയപ്പെടുത്തുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എനിക്കറിയാവുന്ന ഭയങ്കര ഒരു നല്ല വിശ്വാസ കുടുംബം. അപ്പോൾ ആ കുടുംബം ഒരു കുടുംബമായിട്ട് വഴക്കുണ്ടായെന്ന് എനിക്കറിയാം. ഞാനിത് പലയിടത്തും പറഞ്ഞു. അപ്പോൾ ആ കുടുംബം വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ചേക്കാം മോനെ. ആ കുടുംബം വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അയൽവക്കക്കാരെ ചീത്ത വിളിച്ചെന്ന് പറയുമ്പോൾ ആൻറ്റി, അവിടുത്തെ അമ്മാമ്മ തുടങ്ങി അച്ഛനെ ഏറ്റുപിടിച്ചു. നല്ല ചീത്ത വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനിത് എൻ്റെ സഭയിൽ നല്ല ചീത്തെന്ന് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മായിപ്പൻ എന്നോട് പറഞ്ഞു, നല്ല ചീത്തയെന്ന് പറയരുത്. കാരണം ചീത്ത ഒരിക്കലും എന്തല്ല, പരത്തെറിയുന്നേ പറയാവൂ. നല്ല ചീത്തയെന്ന് പറയല്ല. കാരണം ചീത്ത ഒരിക്കലും എന്തല്ല, അതല്ല. ഏതായാലും ചീത്ത വിളിച്ച് ഇവർ റെക്കൺസൈൽ ആയില്ല. അപ്പോൾ അയൽവക്കത്തുണ്ടായിരുന്നൊരു പയ്യൻ എന്നോടൊന്ന് പറഞ്ഞു, ഇവരെ ഭയങ്കര തെറിവിളിയായിരുന്നു, ഇന്ന ഭാഷയാണ് വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവരോടൊന്ന് ചെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ചോദിച്ചാൽ സ്വീകരിക്കുന്ന ആൾക്കാരല്ല. ഈ തിരുത്തപ്പെടാൻ തയ്യാറല്ലാത്ത ആരെയും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല.
അതൊരു വലിയ സ്വയം തിരുത്താൻ തയ്യാറാകാത്ത ആരെയും ദൈവത്തിന് പോലും തിരുത്താൻ ഒക്കത്തില്ല കേട്ടോ. ദൈവത്തിന് വെട്ടിക്കളയാം, പക്ഷേ തിരുത്താനൊക്കുമോ? തിരുത്തണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യണം? അനുവദിക്കണം. കാരണം അവൻ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും പരിശുദ്ധാത്മാവും നമ്മളോട് ഇടപെടും. ഈൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം. അപ്പോൾ ഇവരെ തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരല്ല. അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല. കുറേ നാൾ മുമ്പോട്ട് പോയി. ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സഹോദരന്മാർ ആ ദേശത്തോട് ഇങ്ങനെ പോയപ്പോൾ ഒരു രാത്രിയാണ് പലയിടത്ത് കയറി ഈ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പായുടെ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളെല്ലാം കൂടെ വന്നാൽ. അവർ പായൊക്കെ ഇട്ട് അങ്ങോട്ട് ഇരുന്ന് അങ്ങ് ആരാന തുടങ്ങി. എൻ്റെ അമ്മ, അന്യഭാഷ എന്നൊക്കെ പറഞ്ഞാൽ കട്ടുകെട്ടി സാധനമാണ് വരുന്നത്. ചേച്ചി അന്യഭാഷ പറയുന്നു, അച്ഛൻ ഏറ്റു പറയുന്നു, അവരങ്ങോട്ട് പോരാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരു ബിസിനസ്സുകാരനുണ്ട്. പുള്ളിക്ക് കൃപാവരങ്ങളുള്ള ഒരാളാണ്. മിനിമം 3 കൃപാവരം ഉള്ളതായിട്ട് എനിക്കറിയാം. ഭാഷയും വ്യാഖ്യാനവും പ്രവചനവുമുണ്ട്. പുള്ളി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, പോയേക്കാം, സ്ഥലം കാണാൻ പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഇത്രയും നല്ല ആരാധന നടക്കുമ്പോൾ ഇദ്ദേഹം തന്നെ പോകാമെന്ന് പറയുക. പുള്ളിയോട് പറഞ്ഞ് നിർത്തി ഞാൻ പിന്നെ ഒരു നടത്തി നിർത്തി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ എന്നോ മനുഷ്യനെ നല്ല ആരാധന നടക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിച്ച് ഇവർ ഈ അടുത്തിടയ്ക്കാണ് ആരെങ്കിലും ചീത്ത വിളിച്ചത്. ഞാൻ ചോദിച്ചു, അതന്നെ ആൻറ്റി വിളിച്ചത് ഇന്നതെറിയുക, അച്ചായൻ വിളിച്ചത് ഇന്നതെറിയുക. ഇയാൾക്ക് വ്യാഖ്യാനമുണ്ട്. അന്യഭാഷ വിളിച്ചത് മുഴുവൻ തെറിയ. ഈ മനുഷ്യനറിയത്തില്ല ഇവർ വഴക്കുണ്ടാക്കിയ കാര്യം. പക്ഷേ എനിക്കറിയാമായിരുന്നു. ഇതൊന്നും അറിയാതെ അദ്ദേഹം പറഞ്ഞു, ഇവർ വിളിച്ചത് മുഴുവൻ എന്താ? തെറിയ. അപ്പം ചീത്ത വിളിച്ചിട്ട് അന്യഭാഷ പറഞ്ഞാൽ എന്തോ വരും? പുള്ളിയെ കൊണ്ടുവരണോ? ചീത്ത വിളിച്ചിട്ട് അന്യഭാഷ പറഞ്ഞാൽ എന്തോ വരും? ചീത്ത വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം കേട്ടോ. പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നമ്മളെപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ പറയുന്ന പല വാക്കുകളും നമുക്ക് എന്തായിട്ട് മാറാം? കുരുക്കായിട്ടും കെണിയായിട്ടൊക്കെ മാറാം. നിൻ്റെ വായിലെ വാക്കുകളാൽ നീ എന്ത് ചെയ്യപ്പെടും? വിധിക്കപ്പെടും. അതുകൊണ്ട് പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രവാസകാലം ഭയത്തോടെ. നമുക്കൊറ്റ പ്രാർത്ഥനയാകാവൂ. ഇവിടെ വലുതായിട്ടൊന്നും അറിയപ്പെട്ടില്ലെങ്കിൽ പോലും അന്ന് അവനെന്നെ എന്ത് ചെയ്യണം? അറിയണം. എന്നിട്ട് പറയണം, നല്ല ദാസനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. ഞാൻ നിന്നെ അധികത്തിൽ എന്താക്കും? വിചാരനാക്കും എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കാൻ ഒത്തെങ്കിൽ അതിപരം ഭാഗ്യം എന്താ? നല്ല ദാസനെന്നു ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിട ഭാഗ്യമേറും വാഗോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. ഓ എൻ്റെ രാജാവ്, കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥന. തൻ്റെ മുൻപാകെ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടുക പൊന്നുമാർവിൽ മുത്തിടും. ഹായ് എനിക്ക് ഇരുകരങ്ങൾ ഉയർത്തിപ്പാടിക്കേ. ഹായ് എനിക്ക് മഹാഭാഗ്യം ഒരുക്കിയേ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എൻ്റെ രാജാവെഴുന്നള്ളുമ്പോ
തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ എനിക്ക് ദൈവമേ ഒരുക്കിയേ എനിക്ക് മഹാഭാഗ്യം ഒരുക്കിയേ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. അപ്പാ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസനെന്നു ചൊല്ലുമ്പോൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നല്ല ദാസനെന്നു ചൊല്ലുമ്പോൾ തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടെ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരി. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവകാലം വരുന്നല്ലോ. ഭാഗ്യമേറും മഹോത്സവ കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഓ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ യോൻപുരി ചെന്നു ചേരാ. ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലേശമെന്നിൽ ലേശമില്ല ഈശനെ ഞാൻ. ക്ലേശമെന്നെ ലേശമില്ല എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. വാത്സല്യ പ്രിയമുള്ളവരെ, ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വേറെപ്പെട്ട ദൈവസഭകളിൽ അംഗമായി തീരുമ്പം ധാരാളം പ്രശ്നങ്ങളിലൂടെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വിജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് തങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭാ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് ദൈവസഭയിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഒത്തിരി നഷ്ടങ്ങളാണ് ഉണ്ടാകുക. സത്യത്തിൽ ഒത്തിരി പ്രതിസന്ധികളും നഷ്ടങ്ങളും ഉണ്ട്. ബന്ധങ്ങളൊരു ഘടകം, കൂട്ടുകാരൊരു ഘടകം. അതിലൊക്കെ ഉപരി ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് പള്ളിയിലാണെങ്കിൽ കുടുംബക്കല്ലറയുണ്ട്, അല്ലേ? പള്ളിയിൽ എന്തോ ഉണ്ട്? കുടുംബക്കല്ലറയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുടുംബക്കല്ലറ ഭയങ്കര ഒരു പൈതൃകവും ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. നമ്മുടെ ഈ ദേഷ്യം വരുമ്പോൾ നാട്ടുകാർ പറയുന്നൊരു വാക്കുണ്ട്, പ്രത്യേകിച്ച് മലയാളികളാണ്. നീ അതെന്നോട് കൂടുതൽ പറയണ്ട, നീ അതങ്ങ് ചെന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് എന്തിനാ പറയുന്നേ? എന്തിനാ പറയുന്നത്? അച്ഛനെ അടക്കിയേക്കുന്ന എവിടാ? അപ്പൂപ്പൻ എവിടാ?
വല്യപ്പൂനെവിടാ? 3 തന്തയ്ക്ക് ഒന്നിച്ച് വിളിക്കുന്നതിൻ്റെ പേരാ. കാരണം എല്ലാം കിടക്കുന്ന എവിടാ? പള്ളിയില്ല. അതുകൊണ്ടായി പറയാം. അല്ല, ഞങ്ങളോർത്ത് ഭക്തി കൂടിയിട്ടാണ്. അയ്യോ അല്ല, എല്ലാം കിടക്കുന്ന എവിടാ? പള്ളിയിൽ. പക്ഷേ വിശ്വാസി വന്നപ്പം എന്തോ പോയി? പള്ളിയിൽ പോയി. പള്ളി പോയപ്പോൾ എന്തോ പോയി? കല്ലറ പോയി. അപ്പനെവിടാ കിടക്കുന്നേ? അതിനകത്ത്. ആ കല്ലറയിലോട്ട് വെച്ച് തെള്ളി താപ്പോട്ടിടും. അടുത്ത വെക്കുമ്പം പുട്ടോന്ന് എവിടെ പോകും? താപ്പോട്ട്. ഇതെല്ലാം നഷ്ടം സഹിച്ച് ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? അവരോ അധികം നല്ലതിനെ സ്വർഗ്യം, ഒരു നിത്യതയ്ക്ക് വേണ്ടി. നിത്യതയെക്കുറിച്ചുള്ളൊരു വെളിപ്പാടിലാണ് ഇതെല്ലാം പെടുന്നത്. സത്യത്തിൽ ഒരു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയാം, എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. എനിക്കൊരു കലകളോട് ഇഷ്ടമുള്ള ഒരാളാണ് സത്യമായിട്ട്. പക്ഷേ എനിക്ക് സിനിമ കാണാൻ പോകാനൊക്കുമോ? ഞാൻ കോട്ടയത്തൊരു നല്ല സിനിമ കാണാൻ വന്നു. കത്തോലിക്ക അച്ഛന്മാരൊക്കെ സിനിമ കാണാൻ പോകാറുണ്ട്, സിനിമയെപ്പറ്റി നിരൂപണം എഴുതാറുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ട് ഒരു നിരൂപണം പറഞ്ഞാൽ ഡെലിവറൻസ് ചർച്ചിൽ എന്നെ വിളിക്കുമോ? ഇല്ല. ഒരു നല്ല സിനിമ കാണാനൊക്കെ നല്ല കപ്പയും കറിയും കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഷാപ്പിൽ പോകണം. എനിക്ക് ഷാപ്പിൽ കയറി കപ്പയും കറിയും കഴിക്കാനൊക്കുമോ? ഇല്ല. ഒരിക്കൽ അബദ്ധം പറ്റി. കോട്ടയത്ത് ഞാൻ MA പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ കോട്ടയത്താണ് പഠിച്ചത്. അപ്പോൾ ഞാനൊരു വീട്ടിൽ പോയി, എൻ്റെ അമ്മയും കൂടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ മോനെയും കൊണ്ട് യോഗത്തിനൊക്കെ പോകണം, അവനിച്ചിരി ഉഴപ്പനാ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, മോനെ, നിന്നെ കാണുമ്പോൾ എനിക്കങ്ങ് സന്തോഷമാടാ, ഇവിടെ ഒരുത്തരം ഇരിക്കുക. അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ച് അടുത്ത ഞായറാഴ്ച ഞാൻ വരാം, നമുക്കൊന്നും ചെയ്യാത്ത പറഞ്ഞ് ഞാൻ നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്നെല്ലാം പറഞ്ഞു. അവൻ്റെ സന്തോഷമായും വരാമെന്നൊക്കെ എന്നോട് വാക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ ഈ കോളേജ് തീരാൻ നേരത്ത് കോളേജിൽ നിന്ന് ടൂറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആൺപിള്ളേരെല്ലാം കൂടെ തീരുമാനിച്ചു അവരുടേതായ ഒരു ഫെയർവെൽ, അതെവിടെ? കൊമരകത്ത് ഷാപ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ, ഞാൻ വരത്തില്ല. ഒന്ന് ഞാൻ ഉപദേശിയുടെ മോനാണ്, അതുകൊണ്ട് ഞാൻ വരത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ 2 പ്രശ്നങ്ങൾ. ഒന്ന്, എനിക്ക് കള്ളിന് ഷെയർ തരാനൊക്കത്തില്ല, കാരണം നമ്മുടെ ദശാംശ പൈസ അന്നും പേടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാനൊക്കത്തില്ല. കാരണം അവർ പറഞ്ഞു, നീ കള്ളിന് ഷെയറും തരണ്ട, നീ കള്ള് കുടിക്കുകയും വേണ്ട, പക്ഷെ നീ വരണം, ഞങ്ങളോട് ഇരിക്കണം. അവരാനില്ലാത്ത പോക്ക് രസമില്ല, അതുകൊണ്ട് നീ വരണം. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി കൂടെ നിൽക്കും. അപ്പം ഞാനും പോയി ഷാപ്പിൽ പോയിരുന്നു. ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ടും കുടിച്ചിട്ടില്ല. അവർ കപ്പയും കറിയും കൂടി എനിക്ക് തന്നു. അവർ കള്ളെടുത്ത് വെച്ചു. അങ്ങനെ എനിക്ക് ഒരു 3-4 യമഹായുടെ ബൈക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ. ട്രെന്ന് പറഞ്ഞ കാവസാക്കി യമഹായും വന്ന് മുറ്റത്ത് ചെന്നു. ഞാൻ നോക്കിയപ്പം ഞാൻ ഞായറാഴ്ച വിളിക്കാൻ പോയ വീട്ടിലെ പയ്യനാ, വാദ്യംകാരി പിള്ളേരാ. ഞാൻ കുടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉയ്യോ, എന്നെ വിറച്ചു പോയി. അവരുടെ അമ്മ പറഞ്ഞ പ്രിൻസിപ്പോനെ കണ്ടു പഠിക്കാൻ. ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിലത്ത് കിടന്ന് ഉരുണ്ട് ഈ അടിയിലൊരിച്ചിരി വിടമുണ്ടായിടത്തൂടെ പുറത്തിറങ്ങി ഒരു കച്ചിത്തുറുവിനകത്ത് കയറിയിരുന്നു. അവർ പോകുന്നിടം വരെ പോയി ഷാപ്പിൽ കയറി കഴിക്കാൻ ഒക്കുമോ? ഇല്ല. എനിക്ക് നല്ലപോലെ രാഷ്ട്രീയ ബോധമുണ്ട്, എനിക്കിഷ്ടമാണ് രാഷ്ട്രീയം. വേണേൽ പ്രസംഗിക്കാം, ഒരു 2 ദിവസം പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് പോയാൽ പിന്നെ എനിക്ക് ഉപദേശിയാകാൻ ഒക്കുമോ? ഇല്ല. അപ്പം നമ്മുടെ എല്ലാ രീതികളെയും എന്ത് ചെയ്തേക്കുക? കൂച്ചു വിലങ്ങിട്ടേക്കുക. ഇതെല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനാ? നിത്യതയ്ക്ക് വേണ്ടി. എന്നിട്ട് അവിടെയും കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് ഏറ്റവും സൂക്ഷിക്കണം. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ടേക്കല്ല. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടാൻ. അതെന്നെ ദൈവം പഠിപ്പിച്ച്. ഒന്ന്, ഈ ചീത്തവിളി എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം ആത്മാവിൽ ആരാധിക്കുന്നവർ ചീത്ത വിളിച്ചാൽ പിന്നെ അന്യഭാഷ എന്തിലായിരിക്കും? ഒരേ ഉറവിൽ നിന്ന് 2 കൂടെ വരുമോ? അതുകൊണ്ട് വളരെ ഏറ്റു പറയണം. രണ്ടാമത്തൊരു കാര്യം, ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ വണ്ടിയെ വന്ന ഒരാൾ ഇടിച്ചു. അവരുടെ ഭാഗം ശരിയായിരിക്കാം, എൻ്റെ ഭാഗം ശരിയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന നല്ല കൊട്ടാമുട്ടൊരു പയ്യനാണ്. അവനങ്ങ് കലിപ്പ് കയറി. അവൻ എന്നോട് പറഞ്ഞു. അപ്പം വേറെ 1-2 വട്ടം ഇടിച്ചപ്പോൾ ഞാൻ അവരോട് ഇറങ്ങി ഒന്ന് പറഞ്ഞു, പൗരുഷം കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയരുത്, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്, സമാധാനം പറയാൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ പൊക്കോളാം. ഇനി കൂടുതൽ വന്ന് സമാധാനം പറഞ്ഞാൽ താക്കോല് വന്നിട്ട് ഞാൻ ബസ്സേ കയറിപ്പോകും, തന്നെ ഓടിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. അവൻ കലിച്ചിറങ്ങിപ്പോയി. അവൻ പോയപ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുക, വണ്ടി തട്ടിയാൽ കണ്ണാടി പോയെന്നേ ഉള്ളൂ, വഴക്കുണ്ടാക്കിയ നിത്യതയെ ബാധിക്കും.
ഏതാ വലുത്? നിത്യതയാണ്. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്ന് അവനോട് സമാധാനമൊക്കെ പറഞ്ഞു. അപ്പം പോരാൻ നേരത്ത് അവൻ്റെ കൂട്ടത്തിലുള്ള പയ്യൻ ചൂടായി, പൈസ വെച്ചിട്ട് പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ പേരിങ്ങനെ പ്രിൻസ് പാർഷൻ എന്നാണ്, ഞാനിങ്ങനെ പൗർഷന് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. ഏതായാലും ഞാൻ നമ്പർ തരാം, എൻ്റെ ഇപ്പം പൈസയില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ഷോറൂമിൽ പോയി തിരക്ക്, ഇൻഷുറൻസ് കിട്ടുമോ നോക്ക്, ഇല്ലെങ്കിൽ അതിനെന്താണെന്ന് വെച്ചാൽ എന്നെ വിളിക്കുക. ഏതായാലും എനിക്ക് നമ്പർ മാറാനൊക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ അവൻ കയറിപ്പോയി. ഞാൻ വൈകിട്ട് മോനെ വിളിച്ചു, മോനെ എങ്ങനെ? അവൻ പറഞ്ഞ് പോകാൻ സമയം കിട്ടിയില്ല, രാവിലെ ആട്ടെ. രാവിലെ ഞാൻ വിളിച്ചു, മക്കളെ എങ്ങനെയാ, നീ പോയോ? അപ്പോൾ അവനോട് പറഞ്ഞ് പൈസ വേണ്ട പാസ്റ്റേ. ഞാൻ ചോദിച്ചു, അതെന്നെ പൈസ തരാം മോനെ? അവൻ പറ, നമ്മൾ വാക്ക് പറഞ്ഞല്ലേ. അവൻ പറഞ്ഞ് പൈസ വേണ്ട. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു. ഏത് ഭാഷയാന്ന് ചോദിച്ചപ്പം പ്രിൻസ് ഭാഷ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കരയും. അപ്പം ഗതികേടാ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും മകൻ പൈസ മേടിച്ചില്ല, പാവം. ഞാൻ ഈ പ്രാവശ്യം കാനഡയിൽ ചെന്നപ്പോൾ അവൻ എന്നെ വിളിച്ചു, പാഷക്ക് ഓർമ്മയുണ്ടോ ഈ ശബ്ദം? ഇല്ല മോനെ, ഞാൻ ഇന്നാരാ, അന്ന് വണ്ടി തട്ടിയാളാണ്. എൻ്റെ പൊന്നെ, ഒരു ദിവസം മുഴുവൻ ആ കൊച്ചൻ എന്നെയും കൊണ്ട് നടന്നു. ഞാൻ അവനോട് വഴക്കുണ്ടാക്കി, അവൻ എന്നെ തിരിഞ്ഞു നോക്കുമോ? ഇല്ല. ഏതാ വലുത്? നിത്യതയാണോ വലുത്? സാക്ഷ്യമാണോ വലുത്? അതോ വഴക്കാണോ വലുത്? നിത്യത. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തണം, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്യരുത്, ഇടവരരുത്. അപ്പം ഒന്ന്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായി തീരാനൊത്തു? 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട്. 2-ാം അധ്യായത്തിൽ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. ഒരു പുതിയ വീഞ്ഞ്. അവിടെ വീഞ്ഞില്ലായിരുന്നു. വീഞ്ഞ് അവിടുത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്, ഒരു മെയിൻ സംഭവം. ഈ കല്യാണത്തിന് തികയാതെ വരുന്നതൊരു സങ്കടമല്ലേ? ആണോ? ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എപ്പോഴും ഓർത്തോണേ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ മിച്ചം വരണം എന്നുള്ള, തൂകിക്കളയരുത്, മിച്ചം വരണം. മിച്ചം വരുന്നത് എന്തോ ചെയ്യും? യേശു മിച്ചം വന്ന് എന്തോ ചെയ്തു? യേശു മിച്ചം വന്ന് എന്തോ ചെയ്തു? 12 കൊട്ട നിറച്ചെടുത്തിട്ട് എന്തോ ചെയ്തു? കളഞ്ഞോ? പന്നിക്ക് കൊടുത്തു. ഇതെന്തോ ചെയ്ത് കാണും? അതെനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ വീട്ടിൽ ഒരു കൺവെൻഷന് പാവം ഒരു ഉപദേശി റോഡേ ഇങ്ങനെ സുവിശേഷം പറയുന്നു. അച്ചായനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുറ്റത്ത് കൺവെൻഷനാണ്. പുള്ളി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 1.5 പ്രാർത്ഥനയായിരുന്നു. സർവശക്തനായ ദൈവമേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച്, ആ ബാലൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പം മേടിച്ചിട്ട് അതങ്ങോട്ട് വാഴ്ത്തി നുറുക്കി, അതുകൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച്, മിച്ചം വന്നതെല്ലാം കൂടെ ആ അപ്പോസ്തലന്മാരുടെ കയ്യിലോട്ട് 12 കൊട്ട എടുത്ത് വെച്ചിട്ട് പോയി പറക്കടാന്ന് പറഞ്ഞ് ആ 12 കൊട്ട നിറപ്പിച്ച് വെച്ചിട്ട് ആ 12 കൊട്ട 12 അപ്പോസ്തലന്മാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് പോയി കൊടുക്കടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് മുഖവക്കൊടിയിരിക്കുന്ന പാവം പിടിച്ച പിള്ളേരുടെ പട്ടിണി മാറ്റിയ എൻ്റെ കർത്താവേ 2 അടി. എന്തോ അടിയാണ്? നെഞ്ചത്ത് 2 അടിയുടെ. അപ്പോൾ അതൊരു 1.5 പ്രാർത്ഥനയായിരുന്നു. 12 കൊട്ട നിറച്ചെടുത്ത് എവിടെ കൊടുത്ത് വിട്ടു? പത്രോസിനൊക്കെ അമ്മായിമ്മയില്ലായിരുന്നു, പിള്ളേരൊക്കെ കാണും. ഇങ്ങനെ ഇതെല്ലാം മറന്നുപോയി. തമ്പുരാൻ മറക്കോ? ഇല്ല, എല്ലാം പറഞ്ഞു വിട്ടു. അപ്പം മിച്ചം വരണം, പക്ഷെ തൂക്കിക്കളയരുത്, അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണം. അതൊരു ക്രൈസ്തവ പാരമ്പര്യ. പക്ഷെ ചിലർ കല്യാണത്തിന് 500 പേരെ വിളിക്കും, 300 പേർക്ക് ഓർഡർ കൊടുക്കും, എന്നിട്ട് കേറ്ററിംഗിൻ്റെ തോളെ കയറും. അത് ചെയ്യരുത് ഒരിക്കലും. ഇച്ചിരി മിച്ചം വരണം. മിച്ചം വരുന്നതൊക്കെ അയൽവക്കത്തെ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. കളയരുത്, എല്ലാം പൊതിഞ്ഞ്. അതൊരു ക്രൈസ്തവ പാരമ്പര്യ. എല്ലാം കൊണ്ട് വെച്ചിട്ട് അവസാനം പിള്ളേരൊക്കെ പോകുമ്പോൾ, എടീ ദാണ്ട് ഇച്ചിരി ഇറച്ചി മീനൊക്കെ എടുത്തുകൊണ്ട് പോ. വേണ്ട, എടീ കൊണ്ടുപോടി, ഇനി വീട്ടിൽ ചെന്നിട്ട് വെക്കുമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും പോകുന്നവർ ഇച്ചിരി എന്ത് ചെയ്യും? കൊണ്ടുപോകും. എന്നാൽ ചിലയിടത്തുണ്ടല്ലോ, ഞങ്ങളുടെ ഒരു ഇടയവും കഴിഞ്ഞപ്പോൾ ഇവന്ന് കൊടുക്കാതിരിക്കണ്ടേ, അവർ 5-6 പേരെ 10-100 പേരെ വിളിച്ചിട്ട് 1 കോഴിയോ 2 കോഴിയോ. അപ്പോൾ പിള്ളേർ കമൻറ്റ് പറയുക, കോഴി അരച്ച് ചേർത്തേക്കുക. അടുത്ത ഒരാൾ പറയുന്നു, കഷ്ണം ഉണ്ടോന്ന് തപ്പാൻ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവരണം. വൃത്തികെട്ട സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണ്ടേ? ഇതൊക്കെ ആർക്ക് വേണ്ടി വെച്ചേക്കുക? അപ്പോൾ ഈ ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കണം. കൊടുക്കുന്നത് എന്തോ വരണം? ഇച്ചിരി മിച്ചം വരുന്നതൊക്കെ പോകുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം? കൊടുത്തു വേണം. അതൊക്കെ ഒരു പാരമ്പര്യം. മോശപ്പെട്ട കാര്യമാണോ? അല്ല. അഴുക്കാകാത്തതൊക്കെ ആണെങ്കിൽ ഇച്ചിരി എന്ത് ചെയ്യണം? കൊടുത്തു വേണം. അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം ഈ കല്യാണത്തിന് തികയാതെ വന്നു. നാണക്കേടാണോ? നാണക്കേടാ. ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, എനിക്കറിയാവുന്നൊരു സ്ഥലത്ത് വലിയ 12,000 പേരെ വിളിച്ച കല്യാണം. തലേദിവസം ഒരു ബന്ധു വന്നു. അപ്പോൾ ഇവരോർത്ത് ആരും വരത്തില്ലെന്ന്. വലിയ സ്ട്രോങ് ബന്ധമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് 700 600 ഉണ്ടാക്കി.
പക്ഷേ സകല പ്രിയപ്പെട്ടവരും വിവാഹമെന്ന് എഴുതി ഒട്ടിച്ച് കുടുംബം എവിടെ വന്നു? കല്യാണത്തിൽ വന്നപ്പോൾ ആർക്കും കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാനൊരിടത്ത് നിൽക്കുമ്പം ഞാനും എൻ്റെ അമ്മയുണ്ട്, ഒരു പയ്യനെ കണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഇന്ന വീട്ടിലെ ഇന്നിടത്തെയാണെന്ന് പറഞ്ഞു. എടുത്തവായി എൻ്റെ അമ്മ ചോദിക്കുക, എടാ ഇവിടെ നിന്ന് പോയപ്പോഴല്ലേ തികയാതെ വന്നത്? ആ പയ്യനിരുന്നങ്ങ് ഉരുകി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളിങ്ങ് വീട്ടിൽ ഞാൻ എന്നൊക്കെ തരാമെന്ന് ഞാൻ ബാക്കിയാണ് ഞാൻ പറയാമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, എടാ പൊട്ടൻ ഞാൻ പറഞ്ഞു പോയി. എന്നാലും അന്ന് തികയാതെ വന്നത് എവിടെ ഇരിപ്പുണ്ട്? നാണക്കേടല്ലേ? നാണക്കേടല്ലേ? അവർക്ക് നാണക്കേടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞത് ആരാ? അമ്മയാണ്. അത് ഭയങ്കര ഒരു കാര്യമാണ്. അമ്മമാരായിട്ട്, അമ്മ എന്ന് പറയുന്നത് പ്രസവിച്ച ഒരാളാണ്. സ്ത്രീയെ ദൈവം, ഈ സ്ത്രീക്ക് ദൈവം ഭയങ്കര കൃപയാണ് കൊടുത്തേക്കുന്നത്. എന്നാ കാര്യം എന്നറിയാമോ? 6-ാം ദിവസം ആരെ സൃഷ്ടിക്കുന്നേ? 6-ാം ദിവസം ആരെ സൃഷ്ടിച്ചു? പറ. മനുഷ്യനെ. പിന്നെ എപ്പോഴാണ് സ്ത്രീയെ സൃഷ്ടിച്ചേ? 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെ എല്ലാത്തിനും പേരൊക്കെ ഇട്ടിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടി. അപ്പോൾ ഈ പുരുഷനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ചത് ക്ഷീണിച്ചാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കറുത്ത് പിടച്ചൊരു സൗന്ദര്യമല്ലായിരിക്കും. നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോഴത്തേന് തമ്പുരാൻ നല്ല ഫ്രഷ് മൈൻഡിൽ ഇങ്ങനെ നല്ല, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വെളുത്തൊക്കെ ഇരിക്കുന്നത്. അമ്മാമ്മ വെളുത്തിരിക്കുന്നത് കർത്താവ് നല്ല ഫ്രഷായിട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ്. അച്ഛൻ ചിലപ്പോൾ ഇച്ചിരി കറുത്തായിരിക്കും, സാരമില്ല, ഇരുട്ടും വെളിച്ചവും തമ്മിൽ പോരാട്ടം ഉണ്ടാകായിരുന്നു. അതെ, എന്നാൽ പലയിടത്തും ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്തുകൊണ്ട് പോരാട്ടം. എന്നാൽ ഈ സ്ത്രീക്ക് ഒത്തിരി, അതുകൊണ്ട് ദൈവം ഒത്തിരി കഴിവ് കൊടുത്താൽ സ്ത്രീയെ സൃഷ്ടിച്ചേക്കുന്നത്. ഒന്നാമത്തെ കാര്യം അവളൊരു അമ്മയാകാനാണ്. അമ്മ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്, ഭയങ്കര ഒരു കാര്യമാണ് അമ്മ. ഈ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? അമ്മമാരെല്ലാം ഒന്നുകൂടെ കൈപൊക്കിക്കുക. അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ വീടിൻ്റെയും കുറവറിയുന്ന ആരാ? അമ്മയാണ്. ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ആദ്യം പിടിക്കുന്ന ആരാ? പിടിക്കും. പുറകെ നടക്കും. എന്നാടി എടി, എന്നാടി. ഇനി ഒന്നുമില്ലെങ്കിൽ അമ്മ കള്ളം പറഞ്ഞ് ഞാൻ വെളിപ്പാട് കണ്ടു, നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് ചുമ്മാതാ. എന്നോട് എത്ര അമ്മമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ ഒരു വെളിപ്പാട് കണ്ടതായിട്ട് വന്ന്. അപ്പോൾ അമ്മല്ല. ഞാൻ ഈ ക്യാമ്പിനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നോട് പിള്ളേർ ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെ പറഞ്ഞാലും പാസ്റ്റർക്ക് പ്രേമമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ പറയും, എൻ്റെ പൊന്നു പിള്ളേരെ, എനിക്ക് പ്രേമം തോന്നിയതിന് എന്നോട് തോന്നിയില്ല, എന്നോട് തോന്നിയതിനോട് എനിക്കും തോന്നിയില്ല. 2 പേർക്കും തോന്നിയപ്പോൾ അമ്മ വെളിപ്പാട് പിടിച്ചു. ഈ തള്ള പൊട്ടിക്കാൻ വേണ്ടി തന്നെ ജനിച്ച അതേകൾ പറയും, അവരെല്ലാം പിടിക്കുമായിരുന്നു. പ്രേമലേഖനം എഴുതിയത് പുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. എന്തോ സാധനമായിരുന്നറിയാം. അതാണ് ആര്? അമ്മ സമം എല്ലാം അറിയുന്നവളാ. ഒരു വീടിൻ്റെ ഈ അച്ചായന്മാരുടെ ചുറ്റിക്കളി ആദ്യം പിടിക്കുന്ന ആരാ? നിങ്ങൾക്ക് എന്നാ മനുഷ്യകീടിയായിട്ട്. അവസാനം പിന്നെയും ഫോള് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഉയ്യോ കുത്തിനൊക്കെ പിടിച്ച് നിർത്തുമെന്ന്, പിടിച്ച് നിർത്തിക്കളയും. പറയടോ, വിരട്ടിക്കളയും. അവസാനം ഇവരെ വിരട്ടുള്ളവര്. അതിനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അമ്മാസമം അറിയുന്നവളാകണം ആര്? പക്ഷെ ഗതികേട് ഒരപ്പൻ അറിഞ്ഞില്ല. ലോത്ത് 2 പിള്ളേർ കിടന്നതും എഴുന്നേറ്റതും ഒന്നും ഇങ്ങനെ അറിഞ്ഞോ? ഗതികേടാ. പക്ഷെ വേദവസം പറയുന്നു ആരറിയും? അമ്മ അറിയും. അപ്പം അമ്മാസമം എല്ലാ കുറവും അറിയുന്നവളാകണം ആര്? അമ്മ. പിള്ളേരുടെ ചുറ്റിക്കളിയും പിള്ളേരുടെ ചെറിയൊരു വൈകല്യം പോലും ആദ്യം ആരറിയണം? അമ്മ അറിയണം. അറിഞ്ഞിട്ട് എന്തോ ചെയ്യണം? കർത്താവിനോട് പറയും. അതാണ് അമ്മ. എല്ലാ അമ്മമാരും ഉരുകുന്നവരാ. ആരുടെ അടുക്കല? കർത്താവിൻ്റെ അടുക്കൽ. ഒരു 90% അമ്മമാരുടെയും കരച്ചിലാരാ? പിള്ളേരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പിള്ളേർക്ക് വേണ്ടി കരയാൻ ഈ അമ്മമാരില്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരെല്ലാം എമ്പുണ്ട് ബൈക്കിൻ്റെ കീഴിൽ പോയേനെ. പോകുമ്പം തൊട്ട് ഇവർ കരയാൻ തുടങ്ങും. പിന്നെ അവർ കർത്താവേ കർത്താവേ കർത്താവേ, യേശുവേ നന്ദി, യേശു എല്ലാ ഉപവാസം. ചൊവ്വാഴ്ച ഉപവാസം, ബുധനാഴ്ച ഉപവാസം, വ്യാഴാഴ്ച ഉപവാസം. എല്ലാത്തിനും ഷുഗറുമുണ്ട്, പക്ഷെ എല്ലാം എന്നും എന്താ? ഉപവാസം. ഏത് യോഗത്തിന് വന്നാലും കൂടുതൽ ആരാ? അമ്മയാ. ഇവിടെയും ആരാ? അമ്മയാ. എന്ത് ചെയ്യുക? അച്ചായന്മാരെല്ലാം കുറവാ. അതാണ് അതിൻ്റെ സത്യം. അപ്പം അമ്മാ സമം എന്ത് ചെയ്യുന്നവളാ?
അറിഞ്ഞിട്ട് അത് ആരോട് പറഞ്ഞു? കർത്താവോട് പറഞ്ഞു. കർത്താവ് അവരുടെ കുറവ് പരിഹരിച്ചില്ലേ? ഇപ്പോൾ 2-ാം അധ്യായത്തിൽ അന്നൊരു വിശ്വാസമുണ്ട്, മിശിഹ വരുമ്പം വീഞ്ഞിൻ്റെ സർപ്ലസ് ഉണ്ടാകും. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക രഹസ്യമാണ്. 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞാണ്, പുതിയ വീഞ്ഞ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു, ഒരു പുതുവീഞ്ഞ. 3-ാം അധ്യായത്തിൽ പുതുജനനമാണ്. 3-ാം അധ്യായം നോക്കിയൊക്കെ നിക്കോദെമോസ് കർത്താവിൻ്റെ അടുക്ക് വരും. നിങ്ങൾക്കത് കാണാൻ അറിയണം. അപ്പം കർത്താവോട് പറയുന്നു, ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പം 3-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? പുതിയ ജനനമാണ്. എല്ലാവരും ആദാമിലാണ് ജനിക്കുക. പക്ഷെ ആദാമിൽ ജനിച്ച വ്യക്തി കർത്താവിനെ സ്വീകരിച്ച് വീണ്ടും ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായിട്ട് വാഗൊണ്ട് ഏറ്റു പറയുന്ന ആ ദിവസം, അതിൻ്റെ പേരാണ് എന്ത്? വീണ്ടും ജനനം. അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ദിവസം, അതിൻ്റെ പേരാണ് എന്ത്? പുതിയ ജനനം. നമ്മുടെ സഭകളിൽ വീണ്ടും ജനനാനുഭവം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് യേശുവിൻ്റെ സന്നിധി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആ ഒരു ദിവസം ഉണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം, ബോൺ അഗെയിൻ. ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് എവിടെ പ്രവേശിപ്പാൻ കഴിയില്ല? സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. അപ്പോൾ 3-ാം അധ്യായത്തിൽ എന്താണ്? വീണ്ടും ജനനം, ഒരു പുതുജന്മമാണ്. 1-ാം അധ്യായത്തിൽ പുതിയ ദൈവിക രഹസ്യം. ആ കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആരായി മാറി? മക്കളായി മാറി. 2-ാം അധ്യായത്തിൽ പുതിയ വീഞ്ഞാണ്. 3-ാം അധ്യായത്തിൽ എന്താണ്? പുതുജന്മമാണ്. 4-ാം അധ്യായം നോക്കിക്കും, അവിടെ ഈ പുതുജന്മം പ്രാപിച്ച കമ്മ്യൂണിറ്റിയും അവിടുത്തെ പ്രത്യേകത, യേശു കർത്താവ് ശമരിയെ പോയി ശമരിയാക്കാരത്തെ സ്ത്രീയോട് സംസാരിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ സമയം എപ്പോഴാ? നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വൈരത്ത് വെള്ളത്തിനായി ഞാൻ. ആൻറ്റി ഒന്ന് പാടിക്കാൻ. ആൻറ്റി വിളക്കുമരം പാടി ആൻറ്റിക്ക് ഇതറിയാമോ? നാരി വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പ്, ഒരു മാത്രം ദാഹജലം യാക്കാരി ഞാൻ കോരിയ വെള്ളം, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ. ബാക്കി അപ്പോൾ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ പക്കത്ത് കണ്ടോ, എല്ലാവരും സൺഡേ സ്കൂളിലേക്ക് ഒന്ന് മടങ്ങിപ്പോയില്ലേ? അപ്പോൾ അവിടെ ശമരിയാക്കാരത്തെ സ്ത്രീയ. അപ്പോൾ ഇവിടെ ഈ പുതുജന്മം പ്രാപിച്ച സമൂഹത്തിന് പ്രത്യേകതയുണ്ട്. അവർക്ക് ഈ സമൂഹത്തിൻ്റെ നടുച്ചുവരുകളെ ഇടിച്ചു കളയുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പുതുജന്മം പ്രാപിച്ചിടത്ത് കാസ്റ്റും ക്രീഡുമില്ല. യഹൂദൻ ആരോടും മിണ്ടത്തില്ല, ശമരിയാക്കാരോട് എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. ഭയങ്കര ജാതി വ്യവസ്ഥതയാണ് യഹൂദന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇന്ത്യ അതുപോലൊരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ വിളിച്ചൊരു വാക്കുണ്ട്. എന്താ? കേരളം ഒരു ഭ്രാന്താലയം. കേരളം ഒരു എന്ത് കണ്ടോണ്ടാ? ഇവിടുത്തെ ജാതി വ്യവസ്ഥതയുടെ തീവ്രത കണ്ടുകൊണ്ടാണ്. ഭയങ്കര ജാതി വ്യവസ്ഥത ഉണ്ടായിരുന്നൊരു കാലമാണ് ഇവിടുത്തെ കാലം. കീഴാളന്മാർക്ക് ഉപ്പെന്ന് പറയാൻ പോലും ഒക്കാത്തൊരു കാര്യം. പുളിപ്പെന്ന് വേണമായിരുന്നു പറയാൻ. കീഴാളൻ ഉപ്പെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കണ്ണൂരൊരു പയ്യനെ തല്ലിക്കൊന്ന കീഴ്ജാതിക്കാർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ മാറുമറച്ചാൽ അതിന് കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ മാറുമറച്ച സ്ത്രീയോട് കരം ചോദിച്ചപ്പോൾ കരവിതാന്ന് പിടിച്ചുകൊണ്ട് മുല അറുത്തു കൊടുത്തൊരു സ്ത്രീ കേരളത്തിലുണ്ട്. ആ സ്ഥലം ഇന്നും അറിയപ്പെടുന്ന മുലച്ചിപ്പറമ്പെന്ന പേരില്ല. അത്ര ശക്തമായിരുന്നു ഇവിടുത്തെ ജാതി വ്യവസ്ഥത. അതുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്ത് കേരളത്തിൽ വന്നപ്പോൾ ഒരു വിപ്ലവമായിരുന്നു. കാരണം കേരളം അന്ന് വരെ കാണാത്തൊരു കാര്യം കണ്ടു. വെളുത്തവരും കറുത്തവരും ഉയർന്നവനും താണവനും സുറിയാനിയും ദളിതനും എല്ലാം ഒരു പായി ഇരുന്നുകൊണ്ട് ഒരുമിച്ച് ആരാധിച്ചു. എന്നിട്ട് അവർ ഒരപ്പത്തിൽ നിന്ന് കഴിച്ചു, ഒരു ഗ്ലാസ്സിൽ നിന്ന് കുടിച്ചു. തീർന്നപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പാടി, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ
പിരിയാബന്ധമായത്. സമൂഹത്തിൻ്റെ നടിച്ചുവരുകളെ ഇളിച്ചു കളയുന്ന ഒരു സ്ഥലമാണ് പൊതുജന്മം പ്രാപിച്ച കമ്മ്യൂണിറ്റി. അവിടെ എന്തില്ല? നടിച്ചുവരുകളില്ല. ഇന്ന് പുതിയ രീതിയിലാണ് നടിച്ചുവര്. ഇന്ന് കാസ്റ്റ് സിസ്റ്റം ഉണ്ട് ഒരു പരിധി വരെ. ഞാൻ വിവാഹത്തിന് കാസ്റ്റ് സിസ്റ്റം നോക്കരുതെന്ന് ഞാൻ പറയത്തില്ല. വിത്ത് എ കണ്ടീഷൻ ഒന്നുകൂടെ പറയാം. വിത്ത് എ കണ്ടീഷൻ. നട്ടലുള്ളവനെ അതിന് ചെയ്യാവും. ഒരു ദിവസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പം ഇവളെവിടുത്തെയാടാൻ ചോദിക്കുമ്പം ഈ വിറയ്ക്കുന്നവനും ചമ്മുന്നവനും എന്ത് ചെയ്യാൻ പോകരുത്? കെട്ടാൻ പോകരുത്. നട്ടലുള്ളവനെ ഇങ്ങനെയൊക്കെ കെട്ടാവും. അതാണ് എൻ്റെ ആയത്. നട്ടലുള്ളവനെ എന്ത് ചെയ്യാവും? കേട്ടോ. കല്യാണം ഒരു വിപ്ലവമല്ല, ഒരു സാമൂഹ്യ സോഷ്യൽ വ്യവസ്ഥിതിയൂടെയാണ്. നാളെ ഈ പെൺകുട്ടിയെ അല്ല ഈ ചെറുക്കൻ ഇന്നിടത്തെയാണെന്ന് ഇന്ന ജാതിയാണെന്ന് ചോദിക്കുമ്പോൾ തല കുനിക്കാതെ ചേർത്ത് പിടിക്കാൻ തൻ്റെ ഇടമുള്ളവനെ എന്ത് ചെയ്യാവൂ? കേട്ടോ. അതൊരു ചെറിയ കാര്യമല്ല. ആണോ? അല്ല. അല്ലാത്ത വിപ്ലവം കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഈ വീണ്ടും ജന്മം പ്രാപിച്ച സമൂഹത്തിന് എന്തില്ല? നടിച്ചുവരുകളില്ല, കാസ്റ്റും ക്രീഡും ഇല്ല. ഇന്ന് പലയിടത്തും ക്ലാസ്സായി. എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, സഭയിലൊക്കെ വന്നാലും ഒരു വലിയ ഹൈ ക്ലാസ് എല്ലാം കൂടെ ഒരു ഗായിങ് ആയിരിക്കും. ഹൈ ക്ലാസ് എല്ലാവരും കൂടെ ഒരു ഗായിങ്, അവരെല്ലാം കൂടെ ഒരു ഗായിങ്. കർത്താവ് പറയും അടിച്ചില്ല നട്ടലൊടിക്കും. നീ ക്ലബ്ബ് കളിക്കാനും ഗായിങ് കളിക്കാനും. ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ കുറേ സഹോദരിമാരെ വിളിച്ച് പറഞ്ഞു, അവരുടെ ഒരു 5-6 എണ്ണം ഇങ്ങനെ ഗായിങ് ഇരിഞ്ഞിരിക്കുക. നിനക്ക് ഗായിങ് ഉണ്ടാക്കാനാണ് നീ വേറെ വല്ല സമൂഹത്തിൽ പോകണം. സഭയിൽ എന്തില്ല? ഗായിങ് ഇല്ല, ക്ലാസ് ഇല്ല, കാസ്റ്റ് ഇല്ല. അവിടെ എല്ലാവരും ഒരപ്പൻ്റെ മക്കൾ, ഒരപ്പത്തിൻ്റെ ഓഹരിക്കാർ, ഒരു പാനപാത്രത്തിൻ്റെ അവകാശികളാണ്. അപ്പം കർത്താവ് ഒന്നാമത് ചെയ്തത് നടിച്ചവരെന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇടിച്ചു കളഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഈ സ്ത്രീ സംസാരിക്കുകയാണ്. ഈ സ്ത്രീ സംസാരിക്കുമ്പോൾ ഇവള് ഈ 5 നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ ഭർത്താവല്ല. പക്ഷേ അവിടെ വലിയൊരു കാര്യം കാണുന്നു. ഇവിടെ കാണിക്കുന്ന സുഖാറിലെ ദാഹമാണ്. ഈ സഹോദരിയുടെ ഈ മനുഷ്യരുടെ മുഴുവൻ ഒരു പ്രശ്നമുണ്ട്. അതാണ് അവിടുത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു ദാഹം. ഈ മനുഷ്യൻ്റെ അകത്തെല്ലാം ഒരു ഗോഡ് സ്പേസ് ഉണ്ട്, ഒരു ശൂന്യതയുണ്ട്. അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാറുണ്ട്. ഇന്ന് നമ്മുടെ അറിയാം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താ? ലഹരിയാണ്. പല മക്കളും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എന്തുപയോഗിക്കുന്നു? ലഹരി ഉപയോഗിക്കും. ഞാൻ പലപ്പോഴും പെൺപിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന പെൺപിള്ളേർ. അവരാ വലിച്ച് പുകവിട്ട് കുടിക്കുന്നതൊക്കെ ആ ചിയേഴ്സൊക്കെ പറഞ്ഞിങ്ങനെ കപ്പൊക്കെ എടുക്കുന്ന കണ്ടാൽ അറിയാം ആദ്യത്തെ അല്ലെന്ന്. ആദ്യമൊക്കെ എടുക്കുവാണെങ്കിൽ വിറയ്ക്കും. നമ്മൾ ഈ കുടിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും കുടിയന്മാരുടെ കടയിൽ കിടന്ന് വളർന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ അകത്തൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയും സ്വകാര്യതയും ദുഃഖങ്ങളെയും ആകൃതികളെയും ആങ്സൈറ്റികളെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പിശാച് വന്ന് പറയുന്നു എന്തെടുത്തോളാൻ? ലഹരി എടുത്താൽ താൽക്കാലികമായിട്ടൊരു ശമനം കിട്ടും കേട്ടോ. ചില സാധനമൊക്കെ എടുത്താൽ 3 ദിവസമൊക്കെ ഇങ്ങനെ കിളി പോയിരിക്കും എന്നാ പറയും. ഇങ്ങനെ അങ്ങ് ഇരുന്ന് കളയും, ചിരിച്ചുകൊണ്ടിരിക്കുന്ന പറയും. ഏതായാലും എനിക്ക് കൃത്യമായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഒരു കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ചേർന്നൊരു വലിയ തോട്ടമുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൽ പോയിരുന്ന് ഞങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെ പിള്ളേരൊക്കെ പോയി കുടിക്കുക. അന്ന് കുടിയും വലിയൊക്കെ ഉള്ളൂ. ചെറിയ കഞ്ചാവൊക്കെ വരും. ഇപ്പോഴല്ലേ MD ഹെർബൽ ഈ സിന്തറ്റിക് സാധനങ്ങൾ വരും. സിന്തറ്റിക് സാധനങ്ങളുടെ ഒരു അപകടം 1 ടൈം ഇൻടേക്കിൽ തന്നെ ബ്രെയിൻ ഡാമേജ് ആവും. ഇറിവേഴ്സിബിളാണ്. പിന്നെ തിരിച്ചു വയ്യാത്തതുപോലെ ബ്രെയിൻ ഡാമേജ് ആയിപ്പോവും. മദ്യപാനമൊക്കെയാണ് നമുക്ക് ഈ കുറച്ചൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാം. പക്ഷേ ഇത് ഇറിവേഴ്സിബിളായിട്ട് ബ്രെയിൻ ഡാമേജ് ആകുമെന്നാണ് പറയും. അപ്പം ഈ പയ്യനെ ഏതാണ്ടൊരു സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ ആ തോട്ടത്തിൽ കുത്തിയിരുന്ന് പോച്ച പറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തു. ഏതോ ഒരു സാധനം എടുത്താൽ അപ്പോൾ അവിടെ നിന്നൊരു പറയുന്നത് അവനെല്ലാം മറന്നിട്ട് ആ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും പറിച്ചു കൂട്ടി. 1 2 പറഞ്ഞ് 1.5 ഏക്കറിലെ തോട്ടത്തിൽ. കാരണം അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്യാനുള്ള എന്തോ കിട്ടി, ശക്തി കിട്ടി. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ദാഹം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ലഹരിയുടെ മായാലോകത്തിലേക്ക്. അപ്പോൾ ചിലർ ലഹരിയിലൂടെ അവിടെ ദാഹം തീർക്കുക. മറ്റൊന്ന് ഈ സെക്ഷൽ അനാർക്കിയ. അതിന്ന് വേറൊരു ദാഹം തീർക്കാൻ വേണ്ടിയുള്ള ഒരു പദവ്. പിള്ളേരൊക്കെ ഈ ഒത്തിരി വഞ്ചിക്കപ്പെടുന്നുണ്ട്. അധാർമികമായ കൈവിട്ടു പോകുന്ന ലൈംഗിക അരാജകത്വങ്ങളിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം. ഒരേ സമയം തന്നെ 2-3 പേരെ പ്രേമിക്കുന്നവരുണ്ട്. ആരും അറിയത്തില്ല. എന്ത് വിദഗ്ധമായിട്ട്. പണ്ട് നമ്മൾ പറയായിരുന്നു ആമ്പിള്ളേരിങ്ങനെ തേച്ചിട്ട് പോകുന്നു. ഇപ്പോൾ ആമ്പിള്ളേരെ തേച്ചിട്ട് പോകുന്ന ആരാ? ഞാനൊരു പെങ്കൊച്ച് പ്രേമത്തിൽ കുടുങ്ങുന്ന സംശയം തോന്നിയപ്പോൾ അതിനെ വിളിച്ച് പറഞ്ഞ്, മോളെ സൂക്ഷിക്കണം മോളെ, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന്
എഴുത്ത് വായിൽ അവൾ എന്നോട് പറയുക, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും എന്ന് പറഞ്ഞ് അടുത്ത് നമ്മൾ പറയുന്നത് എന്തോ സൂക്ഷിക്കണം. അവൾ എന്നോട് പറഞ്ഞ മുള്ളു സൂക്ഷിക്കണം മോനെ പോകാതെ, ഇത് ന്യൂജൻ ഇലയാ, ഇങ്ങനൊന്നും പോകത്തില്ല. അപ്പം ഈ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് ലോകം പോവുക, ഒരു ധാർമ്മികതയില്ലാത്ത കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ പ്രതീകം അവളും അവിടെ അകത്തെ ഒരു ദാഹം ശമിപ്പിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ക്രിസ്തു അവിടെ ദാഹത്തെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും എന്തു ചെയ്യും? ദാഹിക്കും. കണ്ടോ, ഈ വെള്ളം, അതായത് ലഹരിയായാലും പാപമായാലും ചിലർക്ക് ധനം ഒരു ദാഹമാണ്. അവരുടെ ആ കൊച്ചുനാളത്തെ ദാരിദ്ര്യമോ ദുഃഖമോ ഒക്കെ മറത്താൻ വേണ്ടി അവർക്ക് ധനം ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന, നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ അടുത്തിടയ്ക്ക് ഒരു പയ്യൻ കെട്ടുകണക്കിന് പൈസ ഇങ്ങനെ കളിപ്പിച്ച് മേടിച്ചു. അവൻ രാത്രി ചെയ്യുന്നത് ഈ മെത്തയിലോട്ട് ഇതിട്ടിട്ട് ചിരിക്കുമെന്ന് പറയും, അർമാദിക്കും. അവൻ്റെ അകത്ത് ഭയങ്കര, അവന് കിട്ടാതെ പോയ ഒരു ശൈശവകാലത്തെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ സങ്കടത്തെ അവൻ പൈസയിലൂടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതെല്ലാം പല മാധ്യമങ്ങളാണ്. ഇതെല്ലാം പിന്നെയും എന്ത് ചെയ്യും? ദാഹിപ്പിക്കും. മനുഷ്യൻ്റെ ശൂന്യത മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അത് അവൻ നിത്യജീവങ്കിലേക്ക് പോകുന്ന എന്തായിട്ട് മാറും. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ആ ദാഹത്തെ ശമിപ്പിക്കാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവാണെന്നുള്ളത് അവിടെയാണ്. അപ്പോൾ എന്നിട്ട് ഈ സ്ത്രീ, അപ്പോൾ ഒന്ന്, ഈ പുതുജന്മം പ്രാപിച്ചിടത്ത് എന്തില്ല? പുതുജന്മം പ്രാപിച്ചിടത്ത് എന്തില്ല? മറന്നുപോയോ? പുതുജന്മം പ്രാപിച്ചിടത്ത് എന്തില്ല? ജാതിയില്ല. അവിടെ എന്തില്ല? ജാതിയില്ല. ഉണ്ടോ? എന്തില്ല? ജാതിയില്ല. കറുത്തവനും വെളുത്തവനും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഉയർന്നവനും താണവനും ഉണ്ടോ? ഇല്ല. എല്ലാവരും ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരുമാണ്, അല്ലേ? അത് നമ്മൾ മറന്നു പോകരുത്. ആ സമൂഹം ദാഹം തീർക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് തേടുവോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ലോകം, നമ്മുടെ ഈ മക്കളെ ലഹരിയുടെ ലോകത്തു നിന്ന് രക്ഷപ്പെടാൻ എക്സൈസുകാർ പ്രവർത്തിച്ചാൽ പോരാ, സഭ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം യേശു എന്ന യാഥാർത്ഥ്യം വന്നാലേ ഇതിൽ നിന്ന് രക്ഷപ്പെടത്തുള്ളൂ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും എന്ത് ചെയ്യുകയില്ല? ദാഹിക്കത്തില്ല. ചിലപ്പം ഡി അഡിക്ഷൻ സെൻ്ററുകളോ ബോധവൽക്കരണങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രയോജനപ്പെടും. ദാഹം മാറ്റാൻ ഒരേ ഒരു വഴി യേശു എന്ന വഴിയാണ്. അപ്പം യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ദാഹം മാറും. അതാണ് 4-ാം അധ്യായത്തിൽ. എന്നിട്ട് ഈ സ്ത്രീ സംസാരിക്കും. ഇതൊക്കെയാണെങ്കിൽ ഇവൾക്ക് ഭയങ്കര ബോധമാണ്. അവളപ്പോൾ യേശു കർത്താവോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലാണ് ആരാധിച്ചത്. അപ്പം കർത്താവ് പറഞ്ഞ്, ആ മലയിലും ഈ മലയിലും ഒന്നുമല്ല, ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അപ്പം പുതുജന്മം പ്രാപിച്ച പിന്നെ എന്താരാധനയാ? പുതിയ ആരാധന. ആ പുതിയ ആരാധന എന്തിലുള്ള ആരാധനയാ? ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. സ്തോത്രം ചെയ്തേ. അതുകൊണ്ടാണ് ഈ പുതുജന്മം പ്രാപിച്ചവർക്ക് കുറേ നാളൊന്നും പഴയ ആരാധന തുടരാനൊക്കത്തില്ല. കാരണം അവരവിടെ കൗമാ ചൊല്ലുമ്പം ഇടയ്ക്ക് അറിയാതെ എന്തോ പറയും, അല്ലെലിയ പറയും, അറിയാതെ ആത്മാവിലാകും. കാരണം അവിടെ അകത്ത് ഈ പുതുജന്മം പ്രാപിച്ചവർക്ക് പിന്നെ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും. എന്തുകൊണ്ടാണ് ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത്? ദൈവം ആരാകുന്നു? ആത്മാവ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ദൈവം ആരാകുന്നു? ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യം. അപ്പോൾ ഈ പുതുജന്മം പ്രാപിച്ച സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരെന്തിൽ ആരാധിക്കുന്നവരാ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാ. അതിനാണ് ദൈവം നമുക്ക് ആത്മസ്നാനം പ്രാപിച്ച്, അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, ഈ സമൂഹത്തെ കൊണ്ട് നാട്ടുകാർക്ക് എന്താ ദോഷം ഉണ്ടായേ? സത്യത്തിൽ നമ്മുടെ സമൂഹത്തെ കൊണ്ട് നാട്ടുകാർക്ക് എന്താ ദോഷം ഉണ്ടായേ? നമ്മൾ ആരെങ്കിലും ആയുധ പരിശീലനം നടത്തുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഏതെങ്കിലും സ്ഥലത്ത് വടിവാൾ ശേഖരിക്കാറുണ്ടോ? ഇല്ല. ആസിഡ് ബൾബ് ഉണ്ടോ? ഇല്ല. നമ്മളെ പിന്നത്തിന് ഇത്രയും ശല്യം. നമ്മളെ കൊണ്ട് ലോകത്തുള്ള ഏക ശല്യം സൗണ്ടാണ്. ഞാൻ എല്ലായിടും പറയും, ഞങ്ങളുടെ പിള്ളേരെല്ലാം UK പോകുന്നുണ്ട്. UK ആര് പോയാലും സഭയിലൊക്കെ ഒരു AC മേടിച്ചു കൊടുക്കണം. എന്തിനാ? സൗണ്ട് പ്രൂഫ് ആക്കാൻ. എന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്യണം? എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് അറുമാദിക്കണം, അല്ല എന്താ, അങ്ങ് ആരാധിക്കണം. ശബ്ദത്തെ പേടിക്കാതെ രാത്രി മുഴുവൻ ഇരുന്ന് എന്ത് ചെയ്യണം? സത്യത്തിൽ ശബ്ദം എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ശല്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ ഏറെ ആക്ഷേപിക്കപ്പെട്ടതും എന്തിൻ്റെ പേരിലാണ്? ഈ അന്യഭാഷയുടെയും ആരാധനയും പേരിലല്ലേ?
പക്ഷേ ഇന്ന് നമ്മളെ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ കത്തോലിക്കരെന്തോ പറയുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. മർത്തോമക്കാരെന്തോ പറയുന്നുണ്ട്, അന്യഭാഷ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ ഏക പ്രശ്നം, അവർ തിങ്കൾ മുതൽ ശനി വരെ പറയും എന്ന് പറയത്തില്ല. തിങ്കൾ മുതൽ ശനി വരെ ധ്യാനത്തിന് പോകുമ്പോഴും കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴും പറയും എന്ന് പറയത്തില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി അന്യഭാഷ പറയുമോ? ഇല്ല. ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കി തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം പറയും. അപ്പോൾ അതല്ല, നിങ്ങൾ ആരെക്കാളധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയരെ, പുതിയ ആരാധന. അപ്പോൾ പുതിയ എണ്ണം പ്രാപിച്ചാൽ പിന്നെ എന്താ ആരാധനയാണ്? പുതിയ ആരാധന. എല്ലാവരും പറഞ്ഞ് എന്താ ആരാധനയാണ്? ആ ആരാധന പ്രത്യേകത എന്താ? ആത്മാവിലും സത്യത്തിലും ചേർന്ന് പറഞ്ഞ് എന്ത് രാജാന്? അപ്പോൾ 1-ാം അധ്യായത്തിൽ പുതിയ ദൈവിക രഹസ്യം, 2-ാം അധ്യായത്തിൽ പുതിയ വീഞ്ഞ്, 3-ാം അധ്യായത്തിൽ പുതു ജനനം, 4-ാം അധ്യായത്തിൽ പുതിയ ആരാധന, 5-ാം അധ്യായത്തിൽ കണ്ടോ പുതിയ സൗഖ്യമാണ്. 38 ആണ്ട് കുളക്കോടെ കിടന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യന് കർത്താവ് എന്ത് കൊടുക്കുകയാണ്? സൗഖ്യം കൊടുക്കുക. അപ്പോൾ ഈ പുതിയ ആരാധന വെളിപ്പെട്ടാൽ അവിടെ എന്തോ ഉണ്ട്? സൗഖ്യമുണ്ട്, അല്ലേ? പുതിയ ആരാധന ഉള്ളിടത്ത് എന്തോ ഉണ്ട്? സൗഖ്യമുണ്ട്. എല്ലാവരും പറഞ്ഞേ, പുതിയ ആരാധന ഉള്ളിടത്ത് എന്തോ ഉണ്ട്? സൗഖ്യമുണ്ട്. പുതിയ ആരാധന നടക്കുന്നിടത്ത് ഒത്തിരി സൗഖ്യമൊക്കെ നടക്കും. ഹല്ലേലൂയ. അത് പ്രത്യേകിച്ച് ആരും സൗഖ്യമാക്കുമൊന്നും വേണ്ട. ഈ ആരാധിക്കുന്നോണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയെണ്ണം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ രോഗസൗഖ്യം അങ്ങ് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ, കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. 2 രീതിയിൽ സൗഖ്യം കിട്ടുക. ഒന്ന് സഡൻ ഹീലിംഗ് ആണ്, എന്നാൽ ചിലപ്പോൾ രോഗശാന്തിയാണ്. അതായത് എൻ്റെ ആ മുള്ള അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ എന്തു ചെയ്യും? തികഞ്ഞു വരും. അതിൻ്റെ പേര് രോഗശാന്തി എന്നാണ്. ചിലക്ക് രോഗത്തെ അതിജീവിക്കാനുള്ള ഒരു കൃപ കിട്ടും. ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മേളിൽ കൂടെ തുള്ളിച്ചാടി നമ്മളിങ്ങനെ നടക്കും. ചിലക്ക് സൗഖ്യം കിട്ടും. 2 അന്നേലും പുതിയ ആരാധനയുണ്ടോ അവിടെ ഒരു സൗഖ്യമുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ അവർ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നടക്കും. കരമടിച്ച് സ്തുതിച്ചേ. പുതിയ ആരാധന ഉള്ളിടത്ത് എന്തോ ഉണ്ട്? പുതിയ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 38 ആണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ പുതിയ ആരാധനയ്ക്കകത്ത് 38 ആണ്ട് പഴക്കമാണ്. എത്ര പഴക്കമുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഈ പുതിയ ആരാധനയ്ക്ക്. പഴക്കങ്ങളുള്ള പ്രശ്നം, മദ്യപാനത്തിന് ചിലപ്പം 10-20 വർഷത്തെ പഴക്കം കാണും, പുകവലിക്ക് 10-30 വർഷത്തെ പഴക്കം കാണും, കല്യാണം കഴിഞ്ഞിട്ട് 8-10 വർഷമായി കാണും. എത്ര പഴക്കമുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത ഒന്നുമില്ല. പുതിയ ആരാധന, 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 ആരാധന. അപ്പോൾ 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ പുതിയ ആരാധനയാണ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. 5-ാം അധ്യായത്തിൽ 38 ആണ്ട് കുളക്കടയിൽ കിടന്ന മനുഷ്യനെ ദൈവം സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്. എല്ലാവരും പറഞ്ഞേ, പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട്? സൗഖ്യം. എന്നിട്ട് പറഞ്ഞേ, പുതിയ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നു, ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വേണം. 6-ാം അധ്യായത്തിലേക്ക് വരുന്നിടത്ത് കർത്താവ് പറയുകയാണ്, അവിടെ അപ്പം വിഭജിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവർ മന്നയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 6-ാം അധ്യായത്തിൽ പറയുന്നു, അവിടെ ഒരു പുതിയ മന്നയുണ്ട്. ആമേനാമേൻ, ഞാൻ നിന്നോട് പറയുകയാണ്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകും. അതിൻ്റെ 48-ാം വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമി മന്ന എന്നിട്ടും എന്ത് ചെയ്തു? മരിച്ചുവല്ലോ. ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ഞാൻ കൊടുപ്പായിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനും ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകും. അപ്പോൾ അതിൻ്റെ 66 മുതലുള്ള അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. ആകാൽ യേശു പന്തിരരോട് പറഞ്ഞു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലും. അപ്പോൾ 6-ാം അധ്യായത്തിൽ പുതിയ മന്നയുണ്ട്, പുതിയ മന്നയുണ്ട്.
മന്ന എന്ന് പറയുമ്പോൾ വചനമാണ്. ആ മന്ന ഇന്നവരെല്ലാം എന്ത് ചെയ്തു പോയി? മരുഭൂമി പട്ടുപോയി. പക്ഷേ ഈ മന്ന തിന്നുന്നവൻ മരിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം പുതിയ സൗഖ്യമുണ്ട്, പിന്നെ പുതിയ എന്തുണ്ട്? മന്നയുണ്ട്. എല്ലാവരും പറഞ്ഞേ, പുതിയ മന്ന. 7-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ 7:37 കാണുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ഇന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. അടുത്തത് അത് തന്നിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പൊ ഈ 1 പുതിയ ദൈവിക വെളിപ്പാടാണ്, 2 പുതിയ മന്നയാണ്, 3 മറന്നുപോയോ? കൈയടിച്ചപ്പോൾ എല്ലാം മറന്നുപോയോ? 3 പുതുവീഞ്ഞ് 2 3-ാം അധ്യായം ഞാൻ കുറിക്കാൻ പറഞ്ഞേ. 3-ാം അധ്യായം പുതിയ ജനനം. 4-ാം അധ്യായം പുതിയ ആരാധന. 5-ാം അധ്യായം പുതിയ സൗഖ്യം. 6-ാം അധ്യായം പുതിയ മന്ന. 7-ാം അധ്യായത്തിൽ പുതിയ പെരുന്നാളാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അതായത് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ പെരുന്നാൾ നടക്കുകയാണ്. കൂടാര പെരുന്നാളൊക്കെ നടക്കുകയാണ്. യേശു ഇന്നുകൊണ്ട് പറഞ്ഞു ഒരു പുതിയ പെരുന്നാൾ. ഈ പള്ളിയിലൊക്കെ പോയാൽ നമുക്കറിയാം, പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എന്തുണ്ട്? പെരുന്നാളുണ്ട്, തിരുനാളുകളുണ്ട്, പിന്നെ പെരുന്നാളുകളുണ്ട്. പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, ഒരു സോഷ്യൽ ഗാദറിംഗ് ആണത്. കെട്ടിച്ചു വിട്ട പെൺപിള്ളേരെല്ലാം വീട്ടിൽ വരുന്നത് എന്നാ? പെരുന്നാളിന്. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇച്ചിരി അരി കൂടുതലിടും, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കും. കാരണം പെരുന്നാളിന് എല്ലാവരും എന്തു ചെയ്യും? വരത്തില്ലേ? അങ്ങനല്ലേ? പെരുന്നാൾ എല്ലാവരും വരും, അമ്മ വീട്ടിലെല്ലാവരും പോവും, ഉത്സവമാണ്, എല്ലാവരും പോവും. അപ്പോൾ ആ പെരുന്നാളുകൾക്ക് എന്തെല്ലാം ഉണ്ട്? എഴുന്നള്ളത്തുണ്ട്, റാസയുണ്ട്. റാസ കണ്ടിട്ടുണ്ടോ? മംഗളമായി തിരണമീ റാസ. അപ്പം റാസയുണ്ട് അല്ലേ? പിന്നെ വെടിക്കെട്ടുണ്ട് ഇല്ലേ? കൊടിയില്ലേ? കുടിയില്ലേ? ഇല്ലേ? കൊടിയുണ്ട്, കുടിയുണ്ട്, വെടിയുണ്ട്. റാന്നി വെല്ലുവിളിയുടെ റാസ നടക്കുമ്പം എൻ്റെ അപ്പച്ചനായിരുന്നു അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് ഭയങ്കര വാഗ്ധോരണിയാണ്. അപ്പച്ചന് നല്ല വാക്കിങ്ങനെ ഒഴുകി വരിക. അപ്പോൾ അപ്പച്ചൻ അനൗൺസ് ചെയ്യും, ഭക്തി നിർഭരമായ റാസ. AD 300 ഏതാണ്ടിൻ്റെ കൊടിയേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഭക്തി നിർഭരമായ റാസ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം അടിവെച്ച് ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കിക്കൊണ്ട് വരികയാണ്. പുറകെ പൂര അടിയാണ്. അതാണ് ഫ്രണ്ടിൽ അനൗൺസ് ചെയ്യുക. എങ്ങനെ വരിക? അടിവെച്ച്. അപ്പം പെരുന്നാളിന് എന്തോ ഉണ്ട്? അടിയുണ്ട് അല്ലേ? അപ്പോൾ അടി, ഇടിയും വെടിയും കോടിയും എന്ന് വേണ്ട. സത്യം പറഞ്ഞാൽ പെരുന്നാളിന് എല്ലാവരും കൂടെ വരുന്ന നോക്കാൻ ഒരു അഴകാണ്. ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേർ എന്നോട് ചോദിച്ചു, ഇവിടെ എന്തുവാ ഇന്ന് ഉപവാസ പ്രാർത്ഥന, നാളെ കാത്തിരിപ്പ് യോഗം? അല്ല, എല്ലാ അവധിക്ക് 21 ഉപവാസം, പിന്നെ 40 ഉപവാസം. പണ്ട് KC സാറിന് ഒരാൾ ഈ പവർ മെഷീനിൽ എന്തോ നടക്കുന്നത്, നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്യുന്നത്? സാറ് പറഞ്ഞ് എന്തുവാ ചെയ്യുന്നത്? പ്രസംഗം, പാട്ട്, പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥന, പ്രസംഗം, പാട്ട്. ചിലപ്പം പ്രാർത്ഥന, പാട്ട്, പ്രസംഗം, ഏതായാലും ഈ 3 ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഇവിടെ എന്നും എന്തോ ഉണ്ട്? ഉപവാസ പ്രാർത്ഥന. അല്ലാതെ എന്തോ പെരുന്നാൾ. എന്നെയാണ് ഉച്ചക്കിട്ട് ആട്ടിച്ചെന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ വല്യപ്പൻ എന്നെ ആട്ടിച്ചൂരുട്ടി. എന്തിനാണ് പള്ളി പെരുന്നാളിന് പോയത്? നിങ്ങൾ ശാസ്ത്രത്തിലോട്ട് വന്നപ്പോൾ ഞാൻ പെരുന്നാളിന് പോയ എന്നാ തെറ്റ്? പോകും പോത്തില്ലെന്ന് പറയുന്നിടം വരെ അടിച്ച് പെരുന്നാളിന് പോയതാ. പക്ഷേ ഇവിടെ ഒരു പറയുകയാണ്, ഇവിടെ പെരുന്നാളൊന്നും ഇല്ല, പക്ഷേ ഇവിടെ എന്നും പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൻ്റെ പേരെന്താ? ആത്മാവിൻ്റെ ഒരു പെരുന്നാളുണ്ട്. വെടിയില്ല, കൊടിയില്ല, പടക്കയില്ല, എഴുന്നള്ളത്തില്ല. പക്ഷേ ഇവിടെ ഈ പുതുജന്മം പ്രാപിച്ചെടുത്ത് ഒരു പുതിയ പെരുന്നാളുണ്ട്. ആ പെരുന്നാൾ ആത്മാവിൻ്റെ പെരുന്നാളാണ്. എന്നും പെരുന്നാളാണ്. ആ വർഷത്തിൽ ഒരിക്കലല്ല, എന്നും പെരുന്നാളാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന
ആത്മാവിനെ കുറിച്ചാണ്. ആ പുതിയ പെരുന്നാൾ ഇഷ്ടമുള്ളവരെല്ലാം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അത് തന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാനിരിക്കുന്ന ആത്മാവ്. അത് യേശുക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ എന്ത് വന്നിട്ടില്ലായിരുന്നു? ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം പുതിയ മന്നയുണ്ട്. പിന്നെ എന്തോ ഉണ്ട്? പുതിയ കണ്ടാലും സകലതും പുതിയതാ. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരും പാട്ടുണ്ട്, പ്രബോധനമുണ്ട്. എന്താ? എല്ലാം പുതിയ ഒരു പെരുന്നാൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം പുതുജന്മമുള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട്. പുതിയ സൗഖ്യം ഉണ്ടാകുന്നിടത്ത് എന്തോ ഉണ്ട്? പുതിയ മന്നയുണ്ട്. മറക്കരുത്, പുതിയ മന്ന ഉള്ളിടത്ത് എന്തോ ഉണ്ട്? പുതിയ പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൻ്റെ പേരെന്താ? ആത്മാവിൻ്റെ പെരുന്നാളാണ്. ആ പെരുന്നാൾ അനുഭവിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ആത്മാവിൻ്റെ പെരുന്നാളാണ്. അവിടെ എന്തുകൊണ്ട്? ആത്മാവിൻ്റെ വരങ്ങളുണ്ട്. ചിലർക്ക് രോഗശാന്തിയുണ്ട്, ഭാഷയുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്, വിശ്വാസമുണ്ട്, രോഗശാന്തിയുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ബലമുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയ. അവിടെ എന്തുണ്ട്? ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട്. എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നൊരു അവർക്കൊരു പുതിയ പെരുന്നാൾ. യോഹന്നാൻ പറയുക, മടുപ്പിക്കുന്ന കണ്ണിന് ഇമ്പമുള്ള പെരുന്നാൾ, കാതുകൾക്ക് ഇമ്പമുള്ള പെരുന്നാളല്ല, കാഴ്ചകൾക്ക് ഇമ്പമുള്ള പെരുന്നാളല്ല, ആത്മാവിൻ്റെ ഒരു പെരുന്നാൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൽ നിന്നൊഴുകുന്ന പെരുന്നാൾ. ഹല്ലേലൂയ. റഗന, ഹദന, റിഗന, ഷഗന, ദിഗന. എല്ലാവരും സ്തുതിച്ച് അല്പനേരം കൊണ്ടൊന്ന് ആരാധിച്ച്. ആത്മാവിൻ്റെ ഒരു പെരുന്നാൾ. ആ പെരുന്നാൾ നിലനിൽക്കുന്ന ഒരു പെരുന്നാളാണ്. 7-ാം അധ്യായത്തിൽ പെരുന്നാളാണ്. ഈ പെരുന്നാളുള്ളിടത്ത് എന്തുകൊണ്ടെന്ന് അറിയാമോ? 8-ാം അധ്യായത്തിൽ പുതിയ നിയമമുണ്ട്. ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നു. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, എന്താ പറഞ്ഞു? അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്തു. എന്തോ ചെയ്തേ? പറ. യേശു എന്ത് ചെയ്തു? യേശു ഉറക്കെ പറ. യേശു പറഞ്ഞേ, പേടിക്കാതെ പറ. യേശു ഫാസ്റ്റാൻഡി പറ. യേശു കുനിഞ്ഞ് നിലത്തിരുന്ന് എഴുതി. യേശുവിൻ്റെ അടുക്ക കല്ലെറിയാൻ വേണ്ടി വന്നു. യേശു എന്താ ചെയ്തു? ചില പറയും പേരാ എഴുതിയെന്ന് പറയുന്നുണ്ട്, ചില പറയുന്നത് വന്നവരുടെ എല്ലാം പാപം എഴുതിയെന്ന് പറഞ്ഞു. എന്താ എഴുതിയെന്നുണ്ടോ? ഇല്ല. ഏതായാലും എന്തോ എഴുതിയെന്നറിയാം. യേശു കുനിഞ്ഞ് നിലത്തുകൊണ്ട് എഴുതി. 2-3 കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, ഈ കല്ലെറിയാൻ വേണ്ടി വന്നു. കല്ലില്ല എൻ്റെ കയ്യിൽ. എന്താ ഒരു ഗ്ലാസ്സോ എല്ലാം തരാം. എറിയാൻ തുടങ്ങുകയാണ്. എറിയാൻ വേണ്ടി വന്നു. എറിയാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ്, കല്ലാന്ന് വെച്ചു, എറിയാൻ വേണ്ടി വന്നു. കല്ലേറിന് മുമ്പ് യേശു എന്തോ ചെയ്തു? എഴുതാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ കോട്ടയത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതാ പകടി കളിക്കുന്നത്, ഇതാ എന്താ ഉളുക്ക്, കൊളുത്ത്, വാദം, പിത്തം, കഫം എല്ലാം മാറുന്ന എണ്ണയെന്നൊക്കെ പറഞ്ഞ് വട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മളും എന്തോ ചെയ്യും? എത്തിക്കൊത്തി നോക്കും. എന്താണെന്ന് അറിയാനൊരു ത്വരയില്ലേ? ഇവരെല്ലാം കുറച്ച് നേരം നോക്കി. എന്തോ എഴുതുന്ന മനസ്സിലായി. ഏതാണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട്. അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ പോയി എന്ന് പറഞ്ഞാൽ, കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്തോ കൊടുത്തു? കല്ലിനും കല്ലേറിനും കൂടെ കുറച്ച് സമയം കൊടുത്തു. കല്ലെറിയോ? ഇല്ല. നമ്മൾ ദേഷ്യപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നു. അന്നേരം ഞാൻ പലപ്പോഴും ചില ദേഷ്യപ്പെട്ട് 2 വർത്തമാനം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചുകൊണ്ട് ഫോൺ ചെയ്യും. തമ്പുരാൻ്റെ കൃപയാൽ അവരെടുക്കത്തില്ല. വൈകുന്നേരം അവർ തിരിച്ചു വിളിക്കും. പാസ്റ്റർ എന്തിനാ വിളിച്ചത്? കുഞ്ഞെ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു ആത്മപ്രേരണ ഉണ്ടായിട്ട് വിളിച്ച. സന്തോഷം അവർക്കും എനിക്കും സന്തോഷം. എന്തോ നടന്നില്ല, പറച്ചിൽ നടന്നില്ല. എന്തോ കിട്ടി? പറ. സമയം കിട്ടി. അപ്പം ഏതെങ്കിലും ഒരു കാര്യം പറയാനോ പ്രവർത്തിക്കാനോ വരുന്നതിന് ഇടയ്ക്ക് എന്തോ കിട്ടണം? സമയം കിട്ടണം.
അപ്പം പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയോ? പിള്ളേരെ തല്ലണ്ടേ എങ്ങനെയാ? പിള്ളേരെ തല്ലണ്ടേ എങ്ങനെയാന്ന് ചോദിച്ചാൽ പിള്ളേർക്കിട്ട് തല്ല് കൊടുക്കണം. പക്ഷേ നമ്മുടെ ദേശത്തെ അതുകൊണ്ടാണ് കോപത്തിൽ എന്ത് ചെയ്യരുത്, ശിക്ഷിക്കരുത്. പിള്ളേരെ വിളിച്ച് മാറ്റി കുറേ കഴിഞ്ഞ് ദേഷ്യം അടങ്ങിക്കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് മക്കൾ ചെയ്ത തെറ്റിന്നതാണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിന് ശിക്ഷ വേണ്ടതെന്ന് ചോദിച്ച് ശിക്ഷ മനസ്സിലാക്കി പടിവെട്ടി അവരെ എന്ത് ചെയ്യണം, അടിക്കണം. അപ്പോൾ ഒരു ആൻറ്റി ഉണ്ട് പറഞ്ഞ്, പാസ്റ്ററെ ആ മൂച്ചിനടിച്ചാലേ എന്ത് നടക്കത്തുള്ളൂ, അടി നടക്കും. ആദ്യം അടി നടക്കട്ടെ, പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. പിന്നെ അടി നടക്കുമോ? ഇല്ല. അപ്പം പല കാര്യവും നമുക്ക് അന്നേരം ചെയ്തില്ല എന്ത് ചെയ്യത്തില്ല, ചെയ്യരുത്. അന്നേരം ചെയ്യരുത്, അന്നേരം പറയരുത്. അതായത് നമുക്കൊരു പ്രചോദനം ഉണ്ടായി ഒരു കാര്യം പറയാൻ. എല്ലാവരും പറഞ്ഞ് എന്തുണ്ടായി? അതിൻ്റെ പ്രതികരണത്തിനും പ്രചോദനത്തിനും ഇടയ്ക്ക് സമയം കിട്ടിയ പാപം ചെയ്യുമോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്തോ വേണം? ഉണ്ടാതാ കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് യേശു എന്തോ കൊടുത്തു? സമയം കൊടുത്തു. കല്ലെറിഞ്ഞോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും. ഈ പുതിയ ആരാധനയും പുതിയ പെരുന്നാൾ നടത്തിയിട്ട് തോന്നിയ പോലെ പറയാൻ ഒക്കൂ? വായി വരുന്നത് കോതയ്ക്ക് പാട്ട. കണ്ടോ? വായി ശുദ്ധന, പക്ഷെ എന്തോ ചെയ്യും? ദുഷ്ടൻ്റെ ഫലം ചെയ്യും. പറയാമോ? ഇല്ല. അപ്പം ഇടയ്ക്ക് ഇച്ചിരി എന്തോ കിട്ടിയാൽ മതി. അപ്പം പെണ്ണും പിള്ളെ ചീത്ത വിളിക്കാൻ തോന്നുമ്പോൾ അന്നേരം വിളിക്കരുത്, വൈകുന്നേരം വിളിച്ചാൽ മതി. വൈകുന്നേരം കപ്പലണ്ടി മുട്ടായും മേടിച്ചുകൊണ്ട് വരും, അത്രയേ ഉള്ളൂ. ഭർത്താവിനോട് രണ്ട് പറയണം തോന്നുമ്പോൾ എന്തോ ചെയ്യരുത്, പറയരുത്. എപ്പം പറയണം? കുറച്ചു നേരം കഴിഞ്ഞ് പറയുമോ? ഇല്ല. ഒരച്ഛന് എന്നോട്, ഞങ്ങളുടെ ഒരു പ്രായമുള്ള ഒരു കത്തോലിക്ക സഭയിൽ ഒരു അച്ഛൻ പറഞ്ഞ, അച്ഛൻ താഴെ നിൽക്കുമ്പോൾ ഒരു കൊച്ചച്ഛൻ പറഞ്ഞ്, തിരുമേനിക്ക് ഞാൻ ഇന്ന് പിതാവിൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മേടെ കയറിപ്പോയി. എന്നിട്ട് താണ്ട് പുലിയെപ്പോലെ പോയവൻ എലിയെപ്പോലെ വരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരിപ്പം വലിയ ബഹളം നടക്കുന്നൊക്കെ കേൾക്കാൻ നോക്കിയിരിക്കുക. അവിടെ ഒന്നും ഉണ്ടായില്ല. അച്ഛാ ഒന്നും പറഞ്ഞില്ലേ? ഓ, ചെന്ന് കയറി വന്ന പിതാവ് ചോദിച്ചു, അപ്പച്ചൻ എങ്ങനെയുണ്ട്? അമ്മച്ചിയുടെ അസുഖം മാറിയോ? അച്ഛൻ്റെ മുട്ടുവേദന എങ്ങനെയുണ്ട്? പിന്നെ ചീത്ത വിളിക്കാനോ? ഇല്ല. അപ്പം നമ്മൾ എന്തോ കൊടുക്കണം? അതാണ് സമയം കൊടുക്കണം. ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്, നല്ല അമ്മച്ചിയാണ്. അമ്മച്ചി അസുഖമായിട്ട് കിടന്നപ്പോൾ എനിക്കൊന്ന് കാണാൻ പോകാൻ ഒത്തില്ല. അയ്യോ, ഇപ്പോഴും പോയില്ല, അമ്മച്ചി വയ്യായിരിക്കുക. അപ്പോൾ എനിക്കറിയാം അമ്മച്ചി വന്നപ്പം ദേഷ്യപ്പെട്ട് വരിക. ഞാനൊന്ന് ചെന്നില്ല, തെറ്റല്ലേ? ഞാനാരാ മോൻ. അമ്മച്ചിയെ കണ്ടപ്പോഴേ ഞാൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചൊരു 3 ഉമ്മ കൊടുത്തു. ഈ അമ്മച്ചിയോണ്ട് അറിയാം, പന്ന ചെറുക്കാൻ പറയാൻ വന്നത് മറന്നുപോയി. അറിയാൻ വന്നത് മറന്നുപോയി. അപ്പോൾ കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്തോ കിട്ടണം? അതാണ്. അപ്പം അന്നേരം നമ്മൾ പലരും പറയോ? ഇല്ല. വചനം പറയുന്നു കേൾപ്പാൻ. എന്നിട്ട് പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ, കേൾപ്പാൻ, പിന്നെ പറയാൻ. ഒന്നുകൂടെ പറഞ്ഞേ. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രതികരിക്കണം തോന്നുമ്പോൾ അങ്ങ് എന്ത് ചെയ്യും? പറയാമോ? ഇല്ല. അച്ചായൻ കുളിച്ചുകൊണ്ടിരിക്കുക. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചായൻ ഓർക്കുന്നത്, തോർത്തെടുത്തില്ല. അച്ചായൻ അവിടെ കിടന്നുകൊണ്ട് അലച്ചു, എടി അങ്ങേ അറ്റത്ത് ദോശ ഇടുക. എടി തോർത്തെന്ന് പറഞ്ഞത് അച്ചാൻ എടി ഓടി വന്നു. അപ്പോൾ അച്ചാൻ ഇങ്ങനെ കതക് തുറന്ന് തല പുറത്തിട്ടേക്കുക, തോർത്തില്ലല്ലോ. അപ്പോൾ അച്ചാൻ പറഞ്ഞു, എടി അതിങ്ങോട്ട് താടി. അത് എന്തോ അവൻ, നിന്നോടല്ലേ, അതിങ്ങോട്ട് താടി. എന്നാൽ ഇവളെ കൈ ചട്ടുക ഇരിപ്പുണ്ടേ. അപ്പോൾ അവൾ ചോദിച്ചു, ഇതാണോ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അച്ചായൻ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞു, വല്ലതും പറയാണ്ട് എന്നെ പറഞ്ഞോണം, എൻ്റെ വീട്ടുകാരെ എങ്ങാനും പറഞ്ഞാ. അപ്പോൾ അച്ചാൻ ഈ തല പുറത്തിട്ട് നിൽക്കുകയല്ലേ, തോർത്തില്ലല്ലോ. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ടും കൂടുതൽ വായിപ്പിക്കില്ല കേട്ടോ. ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞേക്കാം. ഇതിനിടയ്ക്ക് ദോശ കരിഞ്ഞു പോയി. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കുകയും ഒരേറെ. സന്ധ്യാവിശ്വസമായി 1-ാം ദിവസം. എന്താ കാര്യം? അതിങ്ങോട്ട് താടിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് തോർത്ത് തരാൻ പറഞ്ഞാൽ ഇവിടെ കൊടുക്കത്തില്ലേ? അതിനുള്ള ക്ഷമ അങ്ങേർക്കില്ല. ഏതെങ്കിലും കെട്ടിയോന് കുളിമുറി ചട്ടുകം വേണോ? ഒന്നീ തോർത്തല്ലേ, സോപ്പല്ലേ, എണ്ണയല്ലാതെ ഇയാൾക്ക് എന്തോ വേണ്ടേ? ഇത് ചിന്തിക്കാനുള്ള പൊട്ടിയാണോ ഇവള്? അല്ല. അവക്കും പ്രതികരണം നിയന്ത്രിക്കാനുള്ള എന്തില്ല? ക്ഷമയില്ല. ചട്ടുകം കൊടുത്തു. ഇതന്നെ പുറം ചൊറിയാനാണോ ചട്ടുകം?
അപ്പം കണ്ടോ എൻ്റെ പൊന്നെ, ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം, എപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. അതുകൊണ്ട് കർത്താവ് എന്തോ കൊടുത്തു? സമയം കൊടുത്തു. സമയം കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ അവിടെ കയ്യിൽ നിന്ന് എന്ത് പോയി? അവരുടെ കയ്യിൽ നിന്ന്. അതിന് വലിയൊരു കാര്യമുണ്ട്. പുരുഷ മേധാവിത്വമുള്ള സമൂഹമാണ്. രണ്ടുപേരുടെ ഉഭയസമ്മതത്തിൽ നടക്കപ്പെടേണ്ട ഒരു പ്രക്രിയ എന്നാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. അയാളെന്തിയേ? അയാളെന്തിയേ? അയാളെ ഞാൻ അന്ന് തൊട്ട് തപ്പുക, എവിടെല്ലാം തപ്പിയെന്നറിയാം. അയാളെന്തിയേ? അയാൾ കോട്ടയത്തുണ്ട്. അയാളും പറയുന്നുണ്ട്, ആടിയിടാ അവളെ, എറിയിടാ അവളെ എന്നൊക്കെ പറഞ്ഞ് അയാളവിടെ നിൽപ്പുണ്ട്. ഈ ആശാരി ഉപദേശി ഭയങ്കര ഗാംഭീര്യത്തോടെ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ പുള്ളി പ്രസംഗം കഴിയുമ്പോൾ ആരിവിടുന്നവർക്ക് പ്രശ്നമുണ്ടാവും. അപ്പോൾ ഒരു വട്ടമാണ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് നടന്ന സംഭവമാണ് എൻ്റെ അറിവ് കേട്ടോ. ഏതായാലും ഉപദേശി പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടിക്കുക കണ്ണടച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്ത് താഴെ ചാടി ഈ സ്റ്റേജിൻ്റെ അടിയിൽ നിന്ന് പാൻ്റെല്ലാം മാറിയിട്ട് കൈലിയൊക്കെ കൊടുത്ത് തലക്കെട്ടും കെട്ടി ഇറങ്ങി. ഈ അടിക്കാൻ നിൽക്കുന്നവരുടെ ഇടയിൽ കൂടെ ആരുടെ ആശാരി ഇവിടെ നിന്ന് അതിനോട്ട് 2 എണ്ണം കൊടുക്കാൻ, ഇവിടെ നിന്ന് ആണുങ്ങളൊന്നും ഇല്ലടാ അതൊക്കെ പറഞ്ഞ് പുള്ളി അതിന് ഇടയ്ക്കൂടെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കൂടെ ആര് നടപ്പുണ്ട്? ആ പിടിക്കപ്പെട്ടവനുമുണ്ട്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്ത ഇവരെ, അവിടെ പാപം മോചിക്കപ്പെട്ടു. ഇവള് കുനിഞ്ഞു നിൽക്കുക, കാരണം മുഖം കുനിഞ്ഞു നിൽക്കുന്നവരുടെ നിവർത്താൻ കർത്താവ് എന്ത് ചെയ്തു? കുനിഞ്ഞു. ഇനി അവർ രണ്ടും കൂടെ ഒന്നിച്ച് നിവർന്നു കഴിഞ്ഞപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂട്ടി. കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, ഇനി എന്ത് ചെയ്യരുത്? അപ്പം പാപം ക്ഷമിച്ച് കിട്ടിയവൻ്റെ ഉത്തരവാദിത്വം കൂടുകയാണോ കുറയുകയാണോ? പാപം ക്ഷമിച്ച് കിട്ടിയവൻ്റെ ഉത്തരവാദിത്വം എന്നും എന്താ? കൂടുതലാണ്. കണ്ടോ, 8-ാം അധ്യായത്തിൽ കർത്താവ് പുതിയ നിയമം കൊടുത്തു. 9-ാം അധ്യായത്തിൽ പുതിയ കാഴ്ച കൊടുത്തു. പിറവിയിലെ കുടനായ മനുഷ്യൻ എന്ത് കൊടുത്തു? കാഴ്ച കൊടുത്തു. വീട്ടിൽ പോയി ഒന്ന് വായിക്കണേ. 9-ാം അധ്യായം പുതിയ കാഴ്ചയാണ്. പുതിയ കാഴ്ച കിട്ടുവനെ ഇവരെവിടുന്ന് പുറത്താക്കിയെന്നറിയാമോ? പള്ളിയിൽ നിന്ന് പുറത്താക്കി. പള്ളിയിൽ നിന്ന് കാഴ്ച കിട്ടിയാൽ പിന്നെ എവിടെ നിൽക്കത്തില്ല. ഒന്നീ അവൻ പുറത്താകും, അല്ലെ അവനെ പുറത്താക്കും. പുതിയ കാഴ്ച കിട്ടിയവൻ പിന്നെ പള്ളിയിലില്ല, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കി വരുന്നവനെ ആര് കണ്ടു? യേശു കണ്ടു. 10-ാം അധ്യായത്തിൽ പുതിയ ഇടയനാണ്. ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുതിയന്നം പ്രാപിച്ച പുതിയ പെരുന്നാളുള്ള പുതിയ ആത്മാവുള്ള പുതിയ സൗഖ്യം കിട്ടിയവരെല്ലാം കൂടെ എവിടുന്ന് പുറത്തായി? പള്ളിയിൽ നിന്ന് പുറത്തായി. എന്നിട്ട് അവരെവിടെ ഇരിക്കും? പുതിയ ഇടയൻ്റെ ചുറ്റും ഇരുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ടും. അതാണ് പുതിയ നിയമസഭ. അവർ പള്ളി ഭ്രഷ്ടരാക്കപ്പെടും. എന്തിനാ? പുതിയ കാഴ്ച കിട്ടിയവനെ പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ. എനിക്ക് കാഴ്ചയില്ലായിരുന്നു, ഇപ്പം എനിക്ക് കാണാം. യേശു അവരെ പുറത്താക്കി. കാഴ്ച കിട്ടിയവനെല്ലാം പുറത്താ. കാഴ്ച കിട്ടിയവൻ പിന്നെ അകത്ത് നിൽക്കത്തില്ല. അവൻ പിന്നെ അകത്ത് നിൽക്കാൻ ഒക്കത്തില്ല. അവൻ പുറത്ത് വരും. അവനെ സ്വീകരിക്കാൻ 2 കൈയും നീട്ടി പുതിയ ഇടയനുണ്ട്. അവർ പുതിയ ഇടയൻ്റെ ചുറ്റും ഇരിക്കും. ഹല്ലേലൂയ. അവർ പുതിയ ഇടയൻ്റെ ശബ്ദം കേൾക്കും. അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അവ അന്യൻ്റെ ശബ്ദം കേൾക്കായികൊണ്ട് അന്യനെ വിട്ട് എന്തു ചെയ്യും? ഓടിപ്പോകും. 1-ാം അധ്യായം പുതിയ ദൈവിക വെളിപ്പാട്. 2-ാം അധ്യായം പുതിയ വഴക്ക് പറയും, പുതിയ വീഞ്ഞ്. 3-ാം അധ്യായം 4-ാം അധ്യായം പുതിയ ആരാധന. 5-ാം അധ്യായം പുതിയ സൗഖ്യം. 6-ാം അധ്യായം പുതിയ മന്ന. 7-ാം അധ്യായം ഉറക്കെ പറഞ്ഞ് പുതിയ പെരുന്നാൾ. 8-ാം അധ്യായത്തിൽ പുതിയ നിയമം. 9-ാം അധ്യായത്തിൽ പുതിയ കാഴ്ച കിട്ടിയവർ എവിടെ? ഇപ്പം പുതിയ ഇടയൻ്റെ അടുത്ത്. കാഴ്ച കിട്ടിയാൽ പിന്നെ ഇരിക്കാനൊക്കുവോ? ഇല്ല. അവരെവിടെ വന്നു? പുറത്ത് വന്നു. ഹല്ലേലൂയ.